ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടട്ടെ. ഈ വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വരുവാനും ഇങ്ങനെ ഒരു ധ്യാന പ്രസംഗം നടത്തുവാനും ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദേവാലയം വിശുദ്ധനായ പരിമല തിരുമേനിയുടെ വലിയ അനുഗ്രഹത്താൽ കൂടുതൽ പുണ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ ദേവാലയത്തിൽ അടിമ വയ്ക്കപ്പെട്ടവനാ. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഈ ദേവാലയത്തോട് എനിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. വിദേശങ്ങളിലൊക്കെ ആയിരുന്ന സമയത്ത് എപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോഴും എൻ്റെ കുടുംബമായി ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ തിരികെ പോവുകയുള്ളായിരുന്നു. കൂടാതെ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ആദ്യമായി കർത്താവ് എനിക്ക് തന്ന കൊച്ചുമക്കളെ രണ്ടുപേരെയും ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമോദിസ മുക്കുകയായിരുന്നു. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിലും എനിക്ക് അങ്ങനെ ഈ ദേവാലയത്തോട് ഒരു അഭേദ്യമായ ബന്ധം ഉണ്ട് എന്ന് ആദ്യമേ പ്രസ്താവിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇവിടെ കടന്നു വന്ന് തിരുവചനം പ്രഘോഷിക്കുവാൻ ഇത് 4ാമത്തെ പ്രാവശ്യമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഗ്രിഗോറിയോസ് റമ്പാച്ചനിരിക്കുന്ന കാലത്ത് 2 പ്രാവശ്യവും പിന്നെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനത്തോട് അനുബന്ധിച്ച 1 പ്രാവശ്യവും ഇവിടെ വന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ എനിക്ക് സാധിച്ചു. എൻ്റെ സ്വദേശം കല്ലുപ്പാറയാണ്. പക്ഷേ ഞാൻ പഠിച്ചതും ജീവിച്ചതുമൊക്കെ തിരുവനന്തപുരത്താണ്. വിദേശത്ത് ടീച്ചേഴ്സ് കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു വളരെ വർഷം. എന്നാൽ തിരികെ വന്ന് സഭയുടെ സുവിശേഷ പ്രവർത്തനത്തിൽ താല്പര്യം ഉണ്ട് എന്ന് ദിയോസ്കോറോസ് തിരുമേനി തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ് പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് ഭാഗ്യസ്മരണനായ തിരുമേനിയോട് ഞാൻ അറിയിക്കുകയും തിരുമേനി സുവിശേഷ സംഘത്തിൻ്റെ തിരുവനന്തപുരം ഭദ്രാസന സുവിശേഷ സംഘത്തിൻ്റെ ചാർജ് എനിക്ക് നൽകുകയും ചെയ്തു. അതിൽ താല്പര്യമായി പ്രവർത്തിക്കുവാൻ തിരുമേനി എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. അന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മാനേജർ റമ്പാച്ചൻ അന്ന് അവിടുത്തെ ഭദ്രാസനത്തിൻ്റെ മാനേജറായിരുന്നു. അന്ന് സൈമണച്ചനായിരുന്ന വന്യനായ റമ്പാച്ചൻ ഒത്തിരി സുവിശേഷ പ്രവർത്തനത്തിൽ എനിക്ക് കൈത്താങ്ങലുകൾ തരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് എന്നെ പരിചയപ്പെടുത്തിയ അലക്സാണ്ടർ ഡാനിയൽ അച്ഛനും എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അച്ഛന്. എൻ്റെ ദേവാലയത്തിൻ്റെ അസിസ്റ്റൻ്റ് വികാരിയായി നാലാഞ്ചിറ ദേവാലയത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. ആമുഖമായി ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഒത്തിരി അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥാനത്താണ് നാം നിൽക്കുന്നത്. പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ ഒന്നിച്ച് സ്തുതിക്കാം. ഇന്നലെ ഞാൻ സുവിശേഷം പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട്. അത് ഒസ്താത്യോസ് തിരുമേനി സ്ഥാപിച്ച കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ എന്ന തിരുവനന്തപുരത്തെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. വിശ്രാന്തിയും കാരുണ്യ ഗൈഡൻസ് സെൻറ്ററും അതിൻ്റെ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന തോമസ് അച്ഛൻ ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്തേക്ക് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന് എന്നെ ഉത്ബോധിപ്പിക്കുകയും അവിടെ ഞാൻ കടന്നു ചെന്ന് ഇന്നലെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി. ആ ദിവസത്തേക്ക് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ഒരു ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 17ാമത്തെ അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ കർത്താവിനോട് കർത്താവേ ഗുരുവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ കുറിയലായിസോൻ എന്ന് പറഞ്ഞു. കർത്താവ് ഉടനെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിച്ചു കൊടുപ്പിൻ പുരോഹിതന് എന്ന് പറഞ്ഞ് അവർ പോകുന്ന വഴിയിൽ 10 പേരും സൗഖ്യമായി. ഒരാൾ മാത്രം തിരിച്ചോടി വന്ന് കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണു. കർത്താവിനോട് പറഞ്ഞു, ഗുരുവേ ഞാൻ സൗഖ്യമായി. ഗുരുവിനെ
നമസ്കരിക്കാനായിട്ട് അവൻ തിരികെ ഓടി വന്നു എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥയാണ് എൻ്റേതും. ഈ ദേവാലയത്തിൽ പലപ്പോഴും ഞാൻ എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെനിക്ക് ഒത്തിരി പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന്. അതുകൊണ്ട് ഇവിടെ വന്ന് തിരിച്ചു വന്ന് ആ കാൽപാദങ്ങളിൽ നമ്രശിരസ്കനായിരിക്കുന്നത് അനുഗ്രഹമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സൗഖ്യമായിട്ടോ ആശ്വാസം കിട്ടിയിട്ടോ ദുഃഖം മാറിയിട്ടോ വേദന മാറിയിട്ടോ പ്രതികൂലങ്ങൾ അനുകൂലമായിട്ടോ ചോദിച്ച ഉദ്ദിഷ്ട കാര്യം നൽകപ്പെട്ടിട്ടോ തിരിച്ചങ്ങോടിപ്പോരുത്. പോയതിനു ശേഷം വീണ്ടും വരണം കർത്താവിനോട് ഒരു വാക്ക് നന്ദി പറയാൻ. കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞു, ആ ശമരിയാക്കാരനോട്, നീ ഒരു ശമരിയാക്കാരൻ മാത്രമേ തിരിച്ചു വന്നുള്ളല്ലോ, മറ്റവരൊക്കെ എവിടെ പോയി? എങ്കിലും അവനെ കർത്താവ് ശ്ലാഘിച്ചു, അവനെ അനുമോദിച്ചു. അവൻ കർത്താവിൻ്റെ കാൽപാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറച്ചു പേര് നന്ദി അറിയിക്കാനായിരിക്കും കടന്നു വന്നത്, കുറച്ചു പേര് കർത്താവിനോട് ആവലാദികൾ പറയുവാനായിരിക്കും കടന്നു വന്നത്. ഇപ്രകാരം ഒരു അനുഭവം നമുക്കായിട്ട് കർത്താവ് ഒരുക്കിയതിൻ്റെ കാരണം, വന്യനായ തിരുമേനിയെ പോലുള്ള വ്യക്തികൾ അവരുടെ ജീവിതം കർത്താവിൻ്റെ കാര്യങ്ങളിൽ അങ്ങ് ഏൽപ്പിച്ചതുകൊണ്ടാണ്, വ്യവസ്ഥയില്ലാതെ ഏൽപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സഭയ്ക്കും ഈ പ്രദേശത്തിനും ഈ രാജ്യത്തിനും വലിയ അനുഗ്രഹമായി ആ വിശുദ്ധൻ തീർന്നു എന്നുള്ളതിന് സംശയമില്ല. ഒരു ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഈ വാക്യം എവിടെയാ? യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എവിടെയാ ഈ വാക്യം? എനിക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഈ വാക്യം അറിയാമോ എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. Those who wait upon the Lord shall renew their strength like eagles. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അതുകൊണ്ട് മനസ്സിനകത്ത് ഒത്തിരി തിരക്കേറിയ അനുഭവങ്ങൾ കൊണ്ട് ഇവിടെ കടന്നു വന്നാൽ ഒന്നും നടക്കത്തില്ല. അതെല്ലാം അങ്ങ് മാറ്റിവെക്കണം. ആകുല ചിന്തകളെല്ലാം അങ്ങ് വീട്ടിൽ വെച്ചേക്കണം. ദേവാലയത്തിൽ വരുമ്പോൾ കർത്താവും നമ്മൾ മാത്രം ഒരു ബന്ധം, കർത്താവിനോട് മാത്രം സംസാരിക്കുന്ന സ്ഥലമായി അവിടെ ഞാൻ ഇരുന്നപ്പോൾ വായിച്ചു, ടോക്ക് ഓൺലി ടു ജീസസ്, ടോക്ക് ഓൺലി ടു ഗോഡ്. ആത്മാവിലാണ് കർത്താവിനോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ, ഈ യെശയ്യാവിൻ്റെ പ്രവചനം 40-ാമത്തെ അധ്യായം അവസാനത്തെ വാക്യം, ഇവിടെ ധാരാളം വേദപുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. കുറച്ചു പേരൊക്കെ ഈ വേദപുസ്തകവുമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. താഴെ ഇരിക്കും, ബെഞ്ചയിലിരിക്കും, മാറിയിരിക്കും. അവർ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. കാരണം they are talking to the Lord through the word of God. ദൈവവചനത്തെ ഒത്തിരി സ്നേഹിച്ച തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ദൈവവചനവുമായി ഇരിക്കുമ്പം അത്ഭുതം നടക്കും. സംശയിക്കണ്ട ഞാൻ പറയുന്നതിനെ പറ്റി. ദൈവത്തോട് ഇടപെടണമെങ്കിൽ ഈ ദൈവവചനത്തിലൂടെ മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ. Those who wait upon the Lord shall renew their strength like eagles. They will mount up with wings. എന്താ എൻ്റെ അർത്ഥം? അവര് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരും. ആത്മീയമായ ഒരു ഉയർച്ചയെ പറ്റിയാണ് പറയുന്നത്, ആത്മീയമായ ഒരു ശക്തീകരണത്തെ പറ്റിയാണ് പറയുന്നത്, ആത്മീയമായ ഒരു പുഷ്ടി പ്രാപിക്കലിനെ പറ്റിയാണ് പറയുന്നത്. എന്നിട്ട് എന്തു ചെയ്യും? അവർ ക്ഷീണിക്കാതെ നടക്കും, തളരാതെ ഓടും, ക്ഷീണിക്കാതെ നടക്കും. ഇതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്പസമയം ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് കർത്താവുമായി നല്ല ഒരു ബന്ധത്തിലായിരിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവവചനത്തിലൂടെ, പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ ലെറ്റ് us forget any other thing for some time. കുറച്ചു നേരത്തേക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം മറക്കുക. കർത്താവിൻ്റെ കാൽപാദത്തിലല്ലേ ഇരിക്കുന്നത്. അല്പം മതി, അല്ല ഒന്ന് മതി എന്ന് പറഞ്ഞ തമ്പുരാൻ്റെ കാൽപാദത്തിൽ നല്ല അംശം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം. എന്നെക്കാട്ടിൽ കൂടുതൽ
എന്ന് ഞാൻ ചിന്തിക്കുക. നല്ല അംശം, ദാറ്റ്സ് ദ ബെസ്റ്റ് എവർ യു ക്യാൻ ഗെറ്റ്, എ പേഴ്സൺ ക്യാൻ ഗെറ്റ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിന്നെ വേദപുസ്തകത്തിൽ കർത്താവ് പഠിപ്പിച്ചല്ലോ, those who worship the Lord shall worship him in spirit and in truth. സത്യ ആരാധികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, ഈ പ്രദേശം തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന സ്ഥലമാണ്. എനിക്കിഷ്ടമാണ്. ഇവിടെ എങ്ങും ഞാനിന്നൊരു മണ്ടൻ, ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിക്കാൻ നോക്കി. അപ്പോൾ മൊബൈലെല്ലാം ഡീബാർ ചെയ്തിരിക്കുക, നടക്കത്തില്ല. എൻ്റെ മൊബൈലിൽ തന്നെ ക്യാൻസൽഡ്. അങ്ങനെ തന്നെ വേണം. ഈ പ്രദേശത്തെങ്ങും ആരും ഒരു മൊബൈൽ ഉപയോഗിക്കരുത്. വി ടോക്ക് ഓൺലി ടു ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യമുള്ള സ്ഥലത്ത് വേറെ യാതൊരു എനർജൈസിങ് ഏജന്റ് ഷുഡ് നോട്ട് ബി ദെയർ അറ്റ് ഓൾ. ഐ അഗ്രി വിത്ത് ദാറ്റ് പ്രിൻസിപ്പിൾ. വേറൊന്നും ഇവിടെ, ഒരു ശക്തിയും ഇവിടെ പ്രവേശിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി മാത്രം ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, those who worship me shall worship me in spirit and in truth. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അപ്പം ഞാൻ ഈയിടെ ഒരു സമാജത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുന്നത്. പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞ് എഴുതി വെച്ച ചിന്തകളാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ. അതുപോലെ തന്നെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കുന്നു. ഈ സത്യത്തിലെന്ന് വെച്ചാൽ എന്താ? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ആരാധകർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അതെല്ലാം നമുക്ക് മനസ്സിലാകും. അതിൻ്റെ കാരണം എന്താ? ആത്മാവിൽ ആരാധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? ഇതിനെല്ലാം ഇതിനകത്ത് ഉത്തരമുണ്ട്. There is nothing which the Bible cannot explain. You ask any question, even ശാസ്ത്രീയം. ഞാൻ ഒത്തിരി ശാസ്ത്രീയം പഠിച്ചതുകൊണ്ടാണ് ഞാൻ വിദേശത്ത് ടീച്ചേഴ്സ് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ തക്കവണ്ണം ഇടയായത്. ഈ ശാസ്ത്രീയമായ ചോദ്യങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരമുണ്ട്. ആത്മീയമായ കാര്യങ്ങൾക്കും ഇതിനകത്ത് ഉത്തരമുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിനും ഇതിനകത്ത് ഉത്തരമുണ്ട്. ഇതിനകത്ത് ഉത്തരമില്ലാത്തതൊന്നുമില്ല. ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കാത്തത് ഒന്നുമില്ല എന്നുള്ള സത്യം അറിയാത്തത് കൊണ്ട് പലയിടത്തും ഓടുന്നത്. എങ്ങും ഓടേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. വിശ്വാസം ഇല്ല എങ്കിൽ സ്ഥിരവാസവും ഇല്ല. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ്. വിശ്വാസം ഇല്ല എങ്കിൽ സ്ഥിരവാസവും ഇല്ല. അതുകൊണ്ട് നല്ല വിശ്വാസമുള്ളവന് വിൽ ഫൈൻഡ് എൻ ആൻസർ. എല്ലാ ചോദ്യങ്ങൾക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ സാഹചര്യങ്ങൾക്കും ഇതിൽ ഉത്തരമുണ്ട്. അങ്ങനെ ഉത്തരം കണ്ടുപിടിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ മുഴുവൻ. അങ്ങനെ അവർ വിശുദ്ധീകരിക്കപ്പെട്ടതും കൃപയിൽ സൂക്ഷിക്കപ്പെട്ടതും. Why do we worship him in spirit? അതിനും കർത്താവ് അവിടെ തന്നെ ഉത്തരം തന്നിട്ടുണ്ട്. Because God is a spirit. ദൈവം ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവിൽ ദൈവവുമായി താതാത്മ്യപ്പെടുന്ന ഒരു അനുഭവം, ഒരു സാധ്യത. നമ്മളെന്ന് പറയുന്നത് ഒരു വെറും ഭൗതികനല്ലാന്ന്. നമ്മളിൽ ഒരു ആത്മീയ വ്യക്തിത്വമുണ്ട്. അത് തിരിച്ചറിയുന്നവൻ അഭാഗ്യവാൻ. പലപ്പോഴും വി ആർ കേറ്ററിംഗ് ടു ദി ഫിസിക്കൽ മാൻ. ഭൗതിക മനുഷ്യനെ പോഷിപ്പിച്ച് നടക്കുക. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് അനുഭവിക്കും, എന്ത് രുചിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. പക്ഷേ നമ്മിൽ ശക്തനായ ശക്തി നമുക്ക് പകർന്നു നൽകുവാൻ ശക്തി നാം അതേ പ്രാപിക്കേണ്ട ആത്മാവിനെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആത്മാവിലുള്ള വളർച്ചയുടെ, ആത്മാവിൻ്റെ പോഷകങ്ങളെ പറ്റിയും കൂടെ നാം അറിയുന്നുവെങ്കിൽ മാത്രമേ ആത്മീയ പ്രഭാവം നമുക്കുണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മീയ മനുഷ്യൻ ആത്മീയനായ ദൈവവുമായി താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ വി ഹാവ് ടു പ്രേ ഇൻ സ്പിരിറ്റ്. അതിനുവേണ്ടിയാ മാമോദീസ മുങ്ങി സഭയിലേക്ക് ചേർക്കപ്പെടുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ അധിവസിപ്പിക്കുക. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ നമ്മിൽ ആത്മാവുണ്ടെന്ന്? യെസ്, കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. Don't you know that you are the temple of God and the Spirit of God liveth in you? നിങ്ങൾ
ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും കണ്ടോ. ചിലർക്കൊക്കെ നല്ല താല്പര്യമാണ്. ഐ വാണ്ട് ദാറ്റ് റെസ്പോൺസ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മന്ദിരമാ. ദാറ്റ് ഈസ് വൈ യു കെയിം ടു ദിസ് ചർച്ച്. ദൈവത്തിൻ്റെ മന്ദിരമായതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഗ്രഹത്തോടെ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്നിച്ചു കൂടി വരുമ്പം ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ ഒരു പ്രസക്തി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതറിയേണ്ടതല്ലയോ? അതറിഞ്ഞിരിക്കണം എന്നത് അതിൻ്റെ താല്പര്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മോട് അങ്ങനെ ഉത്ബോധിപ്പിക്കുന്നതിൻ്റെ താല്പര്യം അതാ. യു ഷുഡ് റിയലൈസ്. ചിലരൊക്കെ പറയും സെൽഫ് റിയലൈസേഷൻ. അതിനോട് ചേരാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് നമ്മിൽ വസിക്കുന്ന ആത്മാവിനെയാണ്. വി ഷുഡ് റിയലൈസ് ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ലിവിങ് ഇൻ അസ്. That the Holy Spirit is living in us. മാമോദീസായോട് കൂടെ നാം പ്രാപിച്ച പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്ഫുരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ കൂദാശകളും. ആ സ്ഫുരണം നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. ദൈവവുമായി പരിശുദ്ധാത്മാവിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുന്ന അനുഭവത്തെയാണ് പ്രേ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഏത് ആത്മാവിൽ എഴുതപ്പെട്ടിരിക്കുന്നു ആ പ്രാർത്ഥനകൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അതേ ആത്മാവിൽ നാം ദൈവത്തോട് വ്യാപാരം ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തോട് അതേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, താതാത്മ്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എന്താണ് സത്യത്തിൽ ആരാധിക്കുക? ആത്മാവിലും സത്യത്തിലും ആരാധിക്കും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വചനം, കർത്താവ് തന്നെ സത്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവിൻ്റെ വചനം സത്യമാകുന്നു. അപ്പോൾ വചനപ്രകാരം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ദൈവവചനമാണ് എഴുതി വച്ചിരിക്കുന്നത്. ദൈവവചനത്തിലൂടെയാണ് നമ്മെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനകളിലൂടെ പിതാക്കന്മാർ ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആത്മീയ താതാത്മ്യം പ്രാപിച്ച്, ആത്മീയമായി പ്രബുദ്ധത പ്രാപിച്ച്, ആത്മീയമായി ഒരു സ്ഫുരണം ഉണ്ടായി ആ ആത്മീയ തലത്തിൽ ദൈവവചനപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ അതിശയം നടക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മെ അനുഗ്രഹിക്കും. ഫോർ വിച്ച് വി ഹാവ് ടു ടേക്ക് എ ബിറ്റ് ഓഫ് എ ടൈം. ഇവിടെ ഇങ്ങോട്ട് വന്നു, ഒന്ന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഇവിടെ വന്ന് അല്പസമയം കർത്തൃസന്നിധിയിൽ ഇരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കണം. ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. പല പ്രാവശ്യം വരും, ഇതിനായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ എൻ്റെ മാതൃസ്ഥാനമായ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ദേശമായ കല്ലൂപ്പാറയിലോട്ടൊക്കെ പോകുമ്പം, എൻ്റെ ഭാര്യയുടെ വീട് ഇവിടെ അടുത്താണ്, അവിടെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ എത്ര അനുഗ്രഹമാണ്. അല്പസമയം യാത്ര ചെയ്താൽ ഇവിടെ വരാം. ഇരിക്കുന്ന സമയം മുഴുവൻ കർത്താവിന് അങ്ങ് കൊടുക്കണം. അത് നിർബന്ധമായിട്ട് കർത്താവിന് വേണ്ടിയതാ. നമ്മുടെ സമയം, തിരക്കേറിയ ജീവിതാനുഭവങ്ങളിൽ 10% സമയം കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ശാന്തമായി, ധ്യാനനിരതമായി, ആത്മീയമായി കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഗൽഗതങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നത്, നമ്മുടെ കണ്ണുനീരിന് ഉത്തരം ലഭിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അനുഭവിച്ചറിയുന്നു. യേശു കർത്താവും അത് തന്നെയാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറന്നു തരും. കരുണയുടെ വാതിൽക്കൽ ഞങ്ങൾ മുട്ടുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾ യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ കണ്ടെത്തും. കർത്താവിനെ അല്ലാതെ ആർക്കും കണ്ടെത്താൻ പറ്റത്തില്ല. അവനെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവനെ അന്വേഷിച്ച് പോകണം. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. ഹന്നായെ ആശ്വസിപ്പിക്കുവാൻ ഒത്തിരി പേര് ശ്രമിച്ചു കാണും. പക്ഷേ ഹന്നായിക്ക് ആശ്വാസമില്ല. കാരണം എന്താ? അവൾക്ക് മക്കളില്ല. എന്നാൽ അവളുടെ ഭർത്താവിന് മക്കളുണ്ട്. അവളുടെ ഭർത്താവിന് മക്കളുണ്ട്, എൽക്കാനായിക്ക്.
അതുകൊണ്ട് എൽക്കാനയ്ക്ക് അതൊന്നും ഒരു വിഷയമല്ല. എൽക്കാന പറഞ്ഞു, ഹന്നെ ഡോണ്ട് വറി, ഐ ആം ലൈക്ക് 10 children ഫോർ യു, ഡോണ്ട് വറി. എനിക്ക് നിന്നെ നല്ല സ്നേഹമാണ്, നീ അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. പക്ഷേ ഹന്നായെ ആശ്വസിപ്പിക്കുവാൻ അവളുടെ ഭർത്താവിനും സാധ്യമല്ല. അവളുടെ ദുഃഖം അവൾക്കല്ലേ അറിയാവൂ. ദൈവത്തിന് വേണ്ടി ഒരു മകനെ അവൾ ചോദിച്ചു. അവളൊരു വ്യവസ്ഥയും വെച്ചു. അവളുടെ വ്യവസ്ഥ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ നിനക്ക് തിരിച്ചു തരും. നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ എൻ്റെ മകനെ വിട്ടുതരാം, പക്ഷെ എനിക്കൊരു കുഞ്ഞിനെ വേണം. പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയപ്പോൾ അവൾ ഒറ്റയ്ക്കാണ് പോയത്. എൽക്കാനായും അവളും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി കാണും. അവരൊന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു എന്നാണ് പറയുന്നത്. എൽക്കാന ആഹാരം കഴിച്ചതിന് ശേഷം പാട്ടിന് പോയി. പക്ഷേ ഹന്ന പോയില്ല. ഹന്ന പറഞ്ഞു, ഞാൻ ദേവാലയത്തിൽ പോകും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കരയും, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ദിസ് ഈസ് ദ കൺവിക്ഷൻ. സൗകര്യപ്പെട്ടാൽ പരിമല പോയെന്ന് പ്രാർത്ഥിക്കാം, അതല്ല, വ്യവസ്ഥയോടുകൂടെ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പം അനുഗ്രഹങ്ങൾ കിട്ടും. അവൾ അകത്ത് പ്രവേശിച്ച് ഗൽഗത കണ്ഠയായി പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട്. ചിലരൊക്കെ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിൽ അവൾ ഗൽഗത കണ്ഠയായി പ്രാർത്ഥിച്ചു, വിമ്മിഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു. വ്യവസ്ഥ വെച്ച്, കർത്താവേ, എനിക്ക് ഒരാൺ പൈതലിനെയാണ് നീ തരുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് തരും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മൂത്ത മകന് മക്കളില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ. അപ്പോൾ എൻ്റെ ഭാര്യ ദൈവത്തോടൊരു വ്യവസ്ഥ ചോദിച്ചു. ഞങ്ങളുടെ പള്ളിയിലെ ഞായറാഴ്ച മാത്രമല്ല, ബുധനാഴ്ചയും കുർബാനയുണ്ട്, നാലാഞ്ചിറ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ. She said that I will go to the church to attend the mass every Wednesday morning also. I said, okay, you go. ഞാൻ കാറെ കൊണ്ട് അവിടെ വിടും, തിരിച്ചു വീട്ടിൽ പോകും. ഞായറാഴ്ച തീർച്ചയായിട്ടും ഞാൻ ദേവാലയത്തിൽ പോകും, ഞങ്ങൾ കുടുംബമായിട്ട് പോകും. ബട്ട് ഓൺ വെനസ്ഡേ only she was going. ഒരു വർഷമാകുന്നതിന് മുമ്പ് എൻ്റെ മകന് ദൈവം ഒരാൺകുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെയാണ് ഞാൻ ഈ ദേവാലയത്തിൽ, അതിൻ്റെ ഒരു നേർച്ചയായിരുന്നു, ഈ ദേവാലയത്തിൽ അവനെ മാമോദിസ മുക്കും. He is now 5 years living in America. അതിനുശേഷം ഞാനും ഇപ്പോൾ എല്ലാ ബുധനാഴ്ചയും കുർബാന കാണാൻ പോകും. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ എന്തേലും ഉണ്ടോ? ദൈവത്തിന് ഇതാ വേണ്ടത്, ആരാധന, ആരാധന, ആരാധന. ദൈവത്തിന് ഇതാ വേണ്ടത്, കുർബാന. ദൈവത്തിന് ഇതാ വേണ്ടത്, അവൻ്റെ മുൻപിൽ സമയം മറന്നൊന്ന് ഇരുന്ന് കൊടുക്കണം. അത്ഭുതം നടക്കും. ഹന്ന പ്രാർത്ഥിച്ചു, ദേവാലയത്തിലെ പുരോഹിതൻ അവളെ അനുഗ്രഹിച്ചു വിട്ടു. നിന്റെ ആഗ്രഹം നടക്കട്ടെ. അവൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മകനെ പ്രസവിച്ചു. അവന് മുലകുടി മാറിയപ്പം 4 വയസ്സായിരിക്കും, എനിക്കറിയത്തില്ല. അവനെ കൈക്ക് പിടിച്ചുകൊണ്ട് വരുന്നു ഒരു സ്ത്രീ. ഹന്ന എന്ന് പറയുന്ന സ്ത്രീ അവൾ പ്രാർത്ഥിച്ചു കിട്ടിയ മകനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ തിരിച്ചേൽപ്പിക്കാനായി കൈക്ക് പിടിച്ചുകൊണ്ട് മുലകുടി മാറിയപ്പോഴേ കുപ്പായം തയ്പ്പിച്ചുകൊണ്ട് വന്ന അനുഭവം ദൈവം ആദരിച്ചു. പിന്നെ 3-4 മക്കളെ കൂടെ അങ്ങ് കൊടുത്തു. ഒന്നിനെ ചോദിച്ചു, 4-5 എണ്ണത്തിനെ കൊടുത്ത ദൈവം. അതുകൊണ്ട് വേദപുസ്തകം എന്താ പറഞ്ഞു? ചോദിച്ചതിലും, ഇതൊക്കെ എൻ്റെ അനുഭവം കൂടെയാ കേട്ടോ, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി വഴി നടത്തുന്ന ഒരു ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത്. ഐ നോ ദാറ്റ് ഹി ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് ഇന്ന് ഇവിടെ കടന്നു വന്ന ആ അനുഭവത്തിൽ നിങ്ങളുടെ യാചനകളെ കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് നമുക്ക് സാക്ഷീകരിക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ വന്നത് വെറുതെ അല്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ടേക്ക് സം ടൈം. അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. 40-ാമത്തെ അധ്യായം യെശയ്യാ പ്രവചനം. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ, വെയിറ്റ് അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹി ഷാൽ സസ്റ്റെയിൻ യു. അവൻ നിന്നെ കൈവിടത്തില്ല. മാത്രമല്ല, ആത്മീയമായി ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും.
ക്ഷീണം മാറ്റും, തളരാതെ വീണ്ടും ഇവിടെ വരുവാൻ തക്കവണ്ണം ശക്തി തരും. ഞാൻ 3-4 ഞായറാഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വൈദ്യനച്ചൻ കോറപ്പിസ്കോപ്പ വികാരിയായിരിക്കുന്ന ദേവാലയത്തിൽ അവിടെ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പ്രസംഗിക്കാനായിട്ട് ചെന്നു. അന്ന് കൂടുതൽ, അങ്ങനെ പറയുന്നത് ക്ഷമിക്കണം, അതാ സത്യം, അന്ന് കൂടുതൽ ഞാൻ ഏവൻഗേലിയോൻ വായിച്ചത് ശ്രദ്ധിച്ചു. കാരണം എനിക്കതിനെപ്പറ്റി 2 വാക്കുകൾ പറയണ്ടേ. ആ ഏവൻഗേലിയോൻ വായന ഭാഗത്തെപ്പറ്റി അല്പമായി അവിടെ ദൈവവചനം പ്രസംഗിക്കേണ്ടത് കൊണ്ട് ഞാൻ ചെവിയോർത്തിരുന്നു, കാതോർത്തിരുന്നു. എന്ത് വാച്ചം അതെ ഇവിടെ ഏവൻഗേലിയോൻ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായമാണ് അവിടെ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിൻ്റെ അവസാന ഭാഗമാണ് വായിച്ചത്. അവിടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞു, കള്ളൻ വരുന്നത് പോലെ ഞാൻ വരത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴാ വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. ഒരു ലക്ഷണക്കാരനും പറയാൻ പറ്റത്തില്ല, ഒരു പ്രവാചകനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണർന്ന് ഇരിക്കണം, നിങ്ങൾ ഒരുങ്ങി ഇരിക്കണം. നിങ്ങൾ ഉണർന്ന് ഇരിക്കണം, നിങ്ങൾ ഒരുങ്ങി ഇരിക്കണം. എപ്പോഴാണോ വരുന്നത് അപ്പോൾ പ്രവേശിക്കുവാൻ തക്കവണ്ണം, അപ്പോൾ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, അപ്പോൾ കർത്താവിനോടുകൂടെ പറ്റിച്ചേരുവാൻ തക്കവണ്ണം നിങ്ങൾ ഉണർന്നിരിക്കണം, ഒരുങ്ങി ഇരിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ചില ദാസന്മാരെയൊക്കെ ഈ ലോകത്തിലാക്കി വച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായമാണ് ഞാൻ പറയുന്നത്. ചില ദാസന്മാരെ ഞാൻ ഈ ലോകത്തിൽ ആക്കി വച്ചിട്ടുണ്ട്. ടു ഓക്യുപ്പൈ അണ്ടിൽ ഐ കം. ദിസ് ഈസ് ദി റിയൽ മെസ്സേജ്. ദേ ഷുഡ് ഓക്യുപ്പൈ അണ്ടിൽ ഐ കം. സഭയാണ് 1ാമത്തെ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നത്. കർത്താവ് വരുന്നത് വരെ കർത്താവിൻ്റെ ജനത്തെ ഒരുക്കുവാൻ, കർത്താവിൻ്റെ ജനത്തെ ഉണർത്തുവാൻ, കർത്താവിൻ്റെ ജനത്തിനെ ശുശ്രൂഷിപ്പാൻ, കർത്താവിൻ്റെ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ. അത് ആരൊക്കെയാണോ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവരെല്ലാം ആ കാര്യത്തിൽ താല്പര്യമുള്ളവരായിരിക്കണം. ഒരു പക്ഷേ നമ്മൾ പറയുമായിരിക്കും, അച്ഛന്മാരെയും തിരുമേനിമാരെയും ഒക്കെ ആക്കിയിരിക്കുന്നത്. നമ്മളെയും ആക്കിയിട്ടുണ്ട്. നമ്മളെയും നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കുവാനും ഉണർത്തുവാനും ഭക്ഷണം കൊടുക്കുവാനും ശുശ്രൂഷിക്കുവാനും ആക്കി വച്ചിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് പലപ്പോഴും നമുക്കില്ല. ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ യോശുവ പറഞ്ഞതുപോലെ, For me and my household we shall serve the Lord. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വല്ലാത്തൊരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഞാൻ പറയാതെ തന്നെ എന്നെക്കാട്ടിലും പ്രബുദ്ധരാ നിങ്ങളെന്ന് എനിക്കറിയാം. ആത്മീയമായി ജീവിക്കാൻ ശ്രമിച്ചാലും ആത്മീയമായി മുന്നേറുവാൻ ഒത്തിരി തടസ്സങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആത്മീയ തലത്തിൽ സൂക്ഷിക്കുവാൻ വലിയ പ്രയാസങ്ങൾ. ഞാനൊക്കെ കല്ലൂപ്പാറ പള്ളിയിലൊക്കെ ആരാധിക്കുന്ന സമയങ്ങളിൽ, ആ കാലങ്ങളിലൊക്കെ 8 നോയമ്പ് പോലും നോക്കി, അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നതിൽ വളരെ താല്പര്യം കാണിച്ച് ജീവിക്കുന്ന ഒരു കാലയളവായിരുന്നു അത്. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടത്തില്ല. സമയമുണ്ടെങ്കിലും താല്പര്യമില്ല. കാരണം നാം അവരെ എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി ഒരുക്കുക. എൻട്രൻസ് എക്സാമിനേഷന് പോകേണ്ടത് കൊണ്ട് പലപ്പോഴും നമുക്ക് അവരെ സൺഡേ സ്കൂളിന് പോലും വിടാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയ പ്രബുദ്ധതയിൽ വളർത്തേണ്ട ചുമതലയും നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കും കൊടുക്കണം ഭക്ഷണം. എന്ത് ഭക്ഷണമാണ് കർത്താവ് പറഞ്ഞത്? ഈ ഭാഗത്തിലൂടെ കർത്താവ് പറഞ്ഞ ഭക്ഷണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗം എടുത്ത് വായിക്കാം.
മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 45 വാക്യം. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിനും യജമാനൻ ആക്കി വെക്കും. ദിസ് ഈസ് എ വണ്ടർഫുൾ സെയിങ്. ഈ ഭൂമിയിൽ കർത്തൃദാസനായി ജീവിക്കുന്നവനെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവനെ യജമാനനാക്കും. ഇപ്പോൾ ദാസനായിരിക്കുന്ന എന്നെയും നിങ്ങളെയും ആരെയൊക്കെയാണോ കർത്താവ് ദാസനാക്കി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഏൽപ്പിച്ച്, ശുശ്രൂഷ ചെയ്യുവാൻ ഏൽപ്പിച്ച്, വിശ്വാസ ജീവിതം നടത്തുവാൻ ഏൽപ്പിച്ച് പോയിരിക്കുന്നത്, അവരവരുടെ ദൗത്യം വിശ്വസ്തയോടെ ബുദ്ധിയോടെ ചെയ്താൽ ഈ ദാസനെ യജമാനനാക്കും. ഇതൊന്നും വെറുതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. അവൻ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിനും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തിപരമായി നമുക്കറിയാമോ? ഇത് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയോ? സ്വർഗീയമായ അനുഭവങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ ആസ്വദിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ട്. എല്ലാ ഭവനങ്ങളിലും യാമപ്രാർത്ഥനകൾ നടത്തി അനുഗ്രഹം പ്രാപിച്ച ഭവനങ്ങളായി സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഒരുപക്ഷെ ആഫ്രിക്കയിലായിരിക്കും, ഒരുപക്ഷെ അമേരിക്കയിലായിരിക്കും, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കും, ഒരുപക്ഷെ UK എവിടെയും ആവട്ടെന്നേ. ഇത് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്ന വെറും ഒരു ബോൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമി എന്ന് പറയുന്നത്. അതിങ്ങനെ കർത്താവിൻ്റെ കയ്യിലിരുന്ന് കറങ്ങുന്നത് പോലെ മാത്രമേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല യേശുവിന്, ദൈവത്തിന്. അതുകൊണ്ട് എവിടെയായിരുന്നാലും എത്ര തിരക്കേറിയ സാഹചര്യമായാലും പ്രാർത്ഥനയിൽ മടുപ്പ് വരാൻ പാടില്ല. പ്രാർത്ഥനയിൽ മടുപ്പ് വന്നാൽ ആരെ വിഴുങ്ങേണ്ടി വന്ന് നോക്കിക്കൊണ്ട് അലർന്ന സിംഹം പോലെ നടക്കുന്ന പിശാചുണ്ട്, അവൻ വിഴുങ്ങിക്കളയും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ യാക്കോബ് പറഞ്ഞു, റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് ഹി ഷാൽ ഫ്ലീ. സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്ത് നിൽക്കാൻ വല്ലതും കയ്യിൽ വേണ്ടേ? മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കർസായെ ജയിച്ചു. അന്നത്തെ കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാ പാടിയിട്ടുള്ളത്. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, സാത്താനെ ജയിച്ചു, ആകൽ കർസായെ ജയിച്ചു. അതുകൊണ്ട് ആ വചനത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞത്, യു റെസിസ്റ്റ് ദി ഡെവിൾ. സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അതിനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ്. അതിനുള്ള ഏക മാർഗം ദൈവവചനമാണ്. അതിനുള്ള ഏക മാർഗം ആരാധനയാണ്. അതുകൊണ്ട് കുടുംബമായി ആരാധിക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. പിള്ളേരും ഡോക്ടറായാലും ഒന്നുമില്ല, എഞ്ചിനീയറായാലും ഒന്നുമില്ല. അതിനേക്കാൾ പ്രധാനം, ലെറ്റ് യുവർ ചിൽഡ്രൻ ബി ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അങ്ങനെയെങ്കിൽ ഒത്തിരി അനുഗ്രഹം കുടുംബമായിട്ട് പ്രാപിക്കാൻ പറ്റും. തീരുമാനമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മറ്റുള്ളവരെന്ത് ചെയ്താലും ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കേൾപ്പിക്കാനുള്ള മാനസികാവസ്ഥയും അതിനുള്ള മോറൽ കറേജും, എന്ന് വെച്ചാൽ അപ്പനും അമ്മയും മാതൃകയാണെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാൻ പറ്റത്തുള്ളൂ. ഞായറാഴ്ച വീട്ടിലിരിക്കുന്ന അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ മോനെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോടാന്ന് പറഞ്ഞാൽ പോയെന്നിരിക്കത്തില്ല. എനിക്കറിയാം, എൻ്റെ ദേവാലയത്തിൽ ചില അമ്മമാരുണ്ട്, കുപ്പായം ഒക്കെ ആയിട്ട് രാവിലെ കുഞ്ഞുങ്ങളെ ഞങ്ങളൊക്കെ ചെല്ലുന്നതിന് മുമ്പേ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വിടുന്ന അമ്മമാര്. അങ്ങനെ താല്പര്യമുള്ളവരും ഇന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അവരൊക്കെ നല്ല മിടുക്കന്മാരായി പഠിക്കുകയും ചെയ്യും, നല്ല ആരാധനയും നല്ല പ്രാർത്ഥനയും ഉള്ള മക്കളായിട്ട് വരും. അല്ല, നമ്മൾ വീട്ടിലിരുന്നോണ്ട് നീ പോയി പ്രാർത്ഥിക്കടാ, നീ പോയി അതെ കുർബാന കൊള്ളടാ എന്നൊക്കെ പറഞ്ഞാലൊന്നും അവർക്ക് ഈ അപ്പനും അമ്മയും മാതൃകയല്ലാത്തത് കൊണ്ട് അത് സ്വീകാര്യമല്ലെന്ന്. അപ്പനും അമ്മയും ആരാധിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ആരാധനാ ജീവിതം നയിക്കും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തെല്ലാം കൊടുത്താലും, ഈവൻ ഇഫ് യു ഗിവ് ദം എവറിത്തിങ് അണ്ടർ ദ സൺ, സൂര്യന് കീഴെ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും വെട്ടിപ്പിടിച്ച കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും യേശുവിനെ കൊടുത്തില്ലെങ്കിൽ എല്ലാം നഷ്ടമാകത്തേ ഉള്ളൂ. എന്നാൽ ഒന്നുമില്ലെങ്കിലും യേശുവിനെ കൊടുത്താൽ അവനെല്ലാം കിട്ടും. നോ പ്രോബ്ലം. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുക, ഗിവ് ദം ജീസസ്. യേശുവിനെ കൊട്. ആരാധിക്കാൻ പഠിപ്പീര്. ദേവാലയത്തിൽ പോയി അതെ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പീര്. ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നിന്നെ ഞാൻ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞത് നടന്നിരിക്കും, സംശയമില്ല. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഈ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അത് യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിന്, എന്താ ഈ ഭക്ഷണം? യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കണം. എന്താ ഈ ഭക്ഷണം? കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുകൂടി ജീവിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുകൂടി ജീവിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. എന്നാൽ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാം വാക്യം കൂടെ അതിനോട് ചേർന്ന് ചിന്തിക്കണം. ഇറ്റ്സ് എ വണ്ടർഫുൾ ബുക്ക്, ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈ കാര്യം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായി മത്തായിയുടെ സുവിശേഷം 4:4 അതുകൊണ്ട് 4 സുവിശേഷങ്ങൾ അതെല്ലാം കൂടെ വായിച്ച് മനസ്സിലാക്കിയെങ്കിലേ പൂർണ്ണത കിട്ടത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 4:4 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുകൂടി ജീവിക്കുന്നു. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. സകല എന്നുള്ളതിന് അണ്ടർലൈൻ ചെയ്യണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവിടുന്നും ഇവിടുന്നും ഒക്കെ കുറച്ച് വാക്യങ്ങൾ ഉപയോഗിച്ച് സഭാവ്യത്യാസങ്ങൾ വരെ ഉണ്ടായിക്കളയും. സകല വചനവും അറിയണം. അങ്ങനെയെങ്കിൽ യെശയ്യാവ് പറഞ്ഞതുപോലെ സ്ഥിരവാസം സാധ്യമാ, നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റും. ഇംഗ്ലീഷിലൊരു വാക്യമുണ്ട്, ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. എന്താ അത്? എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ചില കുടിയന്മാരുണ്ട്, കുടിക്കാൻ ദൈവവചനം കണ്ടുപിടിക്കും. ഇന്ന പ്രകാരം കുടിക്കാൻ പറ്റും, കുഴപ്പമില്ല, നോ പ്രോബ്ലം. He has never read the Bible fully about drinking. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വ്യക്തമായി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. It is better to know the gospel completely. It is better to know the gospel perfectly. It is better to know the gospel fully. അതാ എൻ്റെ അർത്ഥം. സാത്താൻ ഉപയോഗിക്കുന്നത് ദൈവവചനമാ. നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ, എന്തിനാ വിശന്ന് നടക്കുന്നത്? ഞാൻ മുമ്പേ പാടിയ പാട്ടില്ലേ പിതാക്കന്മാർ പഠിപ്പിച്ചത്? മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും 40 ദിവസം 40 രാവും 40 പകലും നോയമ്പ് നോറ്റു. അതാ നമ്മുടെ ഈ 50 നോയമ്പിൻ്റെ ഓർമ്മ. പിതാക്കന്മാരുടെ മാതൃക പിൻപറ്റുക, കർത്താവിൻ്റെ മാതൃക പിൻപറ്റുകയാണ്. അന്നേരം കർത്താവ് 40 ദിവസവും ഉപവസിച്ച് വിജയശ്രീലാളിതനായി കടന്നു വരുമ്പോഴാണ് സാത്താൻ ചെല്ലുന്നത്. ആരെ വിഴുങ്ങേണ്ടി വന്ന് നോക്കിക്കൊണ്ട് അലർന്ന സിംഹം പോലെ നടക്കുന്നവൻ സാത്താൻ കർത്താവിൻ്റെ അടുത്തും ചെന്നു. എന്തിനാ മോനെ വിശന്ന് നടക്കുന്നത്? ദൈവപുത്രനല്ലേ, നീ സർവശക്തനല്ലേ, വീരനാം ദൈവമല്ലേ, നിത്യപിതാവല്ലേ, സമാധാന പ്രഭുവല്ലേ, ഒരു കാര്യം ചെയ്യ്, ഈ കല്ലിനോട് പറ അപ്പമാകാൻ, വിശന്ന് നടക്കല്ലേ. നമ്മളാണെ 10 പ്രാവശ്യം ചെയ്തേനെ. ആ ശക്തി നമുക്ക് തന്നിരുന്നില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്. കർത്താവ് എന്തു പറഞ്ഞു? മനുഷ്യൻ വചനം കൊണ്ട് കർത്താവിനെ തോൽപ്പിക്കാൻ വന്നു, മുറിവാക്യം കൊണ്ട് കർത്താവിനെ തോൽപ്പിക്കാൻ വന്നതാ.
കർത്താവ് തിരിച്ചു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഈ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും എനിക്ക് എവിടെ കിട്ടും? സുവിശേഷങ്ങളിലൂടെ കിട്ടും. പണ്ടൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സങ്കീർത്തനമായിരുന്നു. ഇവിടുത്തെ ഒരു വേദപുസ്തകം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ആ സങ്കീർത്തനമുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് ആ താളമൊക്കെ ഇങ്ങനെ ചവിണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം എടുത്ത് നോക്കണം. സങ്കീർത്തനം എന്ന മധ്യഭാഗം വരുമ്പോഴത്തേക്കും ഒത്തിരി പേര് വായിച്ച് ആശ്വാസം പ്രാപിക്കുന്നതാ. ആ സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയവർ അനുഗ്രഹിക്കപ്പെട്ടവരാ, വായിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. ഒത്തിരി ആശ്വാസം കിട്ടും, ഒത്തിരി കൃപ കിട്ടും. ഞാനും അങ്ങനെ ആയിരുന്നു. ഇരുന്ന് സങ്കീർത്തനം മുഴുവൻ വായിക്കും, പിന്നെയും ഇരുന്ന് സങ്കീർത്തനങ്ങൾ മുഴുവൻ വായിക്കും. പക്ഷേ ഈ വാക്യം ഞാൻ കണ്ടതിന് ശേഷം, ഞാൻ പറഞ്ഞില്ലേ അന്ന് ഏവൻഗേലിയോൻ വായനയിൽ ഞാൻ ശ്രദ്ധിച്ചത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുകൂടിയും ജീവിക്കുന്നു. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് സുവിശേഷമാണ്, സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കുർബാനയ്ക്ക് മുമ്പ് ഏവൻഗേലിയോൻ പീഠത്തെ നിന്ന് മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം വളരെ ആദരവോടുകൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കുന്നത്. സുവിശേഷം അവിടെ പറയുന്നു, കർത്താവ് പറഞ്ഞതാ, സാത്താനെ തോൽപ്പിച്ചതാ, സകല വചനങ്ങൾ കൊണ്ടുകൂടിയും ജീവിക്കുന്നു. ഈ വചനങ്ങൾ എനിക്ക് എവിടെ കിട്ടും? ഞാൻ പറഞ്ഞില്ലേ, സുവിശേഷത്തിലൂടെ കിട്ടും. 3.5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ വചനങ്ങൾ മുത്തുകളാ, അത് പെറുക്കിയെടുക്കണം. ഞാൻ ചിലപ്പോൾ ഓർക്കും, പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. പട്ടു ധരിച്ചവനൊപ്പം നിന്ന് പട്ടക്കാരൻ മാണിക്യങ്ങളെ വിതറിയിടുന്നു. ഈ മുൻഭാഗത്ത് എപ്പോഴും ഇങ്ങനെ വേക്കൻ്റായിട്ട് കിടക്കുന്ന കാണാം. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തേ ആളുകൾ ഇങ്ങനെ താല്പര്യത്തോടെ ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് ഈ മാണിക്യങ്ങൾ പെറുക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ല. അതാ അതിൻ്റെ കാരണം. ഏവൻഗേലിയോനിലൂടെ നമ്മളെ കേൾപ്പിച്ചതെല്ലാം മുത്തുകളാ. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന മുത്തുകൾ വീണ്ടും നമുക്ക് തരികയാ. ഈ മുത്തുകൾ പെറുക്കിയെടുക്കാനുള്ള ഉദ്വേഗം, താല്പര്യം, ഇത് കേൾക്കുന്ന ആ അനുഭവത്തിൽ നമുക്കില്ലല്ലോ എന്നോർക്കുമ്പം ദുഃഖിച്ചു പോകും. ഞാൻ എന്നെ കൂടെ ചേർത്താ പറയുന്നേ. ഇതെല്ലാം മാണിക്യങ്ങളാ, ഇതെല്ലാം സ്വർഗീയ അനുഗ്രഹങ്ങളാ. പെറുക്കിയെടുക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം, പെറുക്കിയെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റമില്ലാത്തത്, പെറുക്കിയെടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ വ്യക്തിത്വത്തിനൊരു പ്രാഗൽഭ്യമില്ലാത്തത്. ഒരിക്കലും ഒന്ന് താഴെ വീണ് പോകാൻ സമ്മതിക്കരുത്, പെറുക്കിയെടുക്കണം. ഇതെല്ലാം മുത്തുകളാ. കാരണം എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എബ്രായ ലേഖനം നമ്മെ പരിചയപ്പെടുത്തുന്നതാ. പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ദൈവം പണ്ട് ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ അന്ത്യകാലത്ത്, ഈ കൃപാവരകാലത്ത്, തൻ്റെ കഷ്ടാനുഭവം മുതൽ 2-ാമത്തെ വരവ് വരെയുള്ള ആ കാലത്ത് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് നേരിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നതാ സുവിശേഷം. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, സകല വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും കൂടി ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിലൂടെ ഒന്ന് ജീവിക്കണ്ടേ? അതാ ഭക്ഷണമെന്ന് കർത്താവ് ഉദ്ദേശിച്ചത്. തൻ്റെ ആളുകൾക്ക്, തൻ്റെ ആടുകൾക്ക്, തൻ്റെ ദാസൻ, തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം വിശ്വസ്തയോടെ ഏൽപ്പിച്ച സേവകന്മാരുണ്ട്, അവരെ ശുശ്രൂഷകന്മാരുണ്ട്, അവരെയാ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മളുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ വളർത്താൻ നമ്മൾ ബാധ്യസ്ഥരാ. അവർക്ക് ആത്മീയ പോഷണം കൊടുക്കണം. ചോറും മീനും മാത്രം കൊടുത്താൽ പോരാ, ചോറും കറിയും മാത്രം കൊടുത്താൽ പോരാ, ഒരു ബാലൻസ് ഡയറ്റ് മാത്രം കൊടുത്താൽ പോരാ. ആത്മാവിനും കൊണ്ടൊരു ബാലൻസ് ഡയറ്റ്. ആത്മാവിൻ്റെ ബാലൻസ് ഡയറ്റ് എന്തെന്നറിയണ്ടേ? പ്രാർത്ഥന, ദൈവത്തിൻ്റെ വചനം, കുർബാന, എല്ലാം പ്രാർത്ഥനയും ജാഗരണവും ആരാധനയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളും എല്ലാം ആത്മാവിൻ്റെ പോഷണമാണ്. ശരീരത്തിന് പോഷണം വിറ്റമിൻ എ വേണം, വിറ്റമിൻ ബി വേണം, വിറ്റമിൻ സി വേണം, ഡി വേണം, വിറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ വേണ്ടേ?
അതുപോലെ തന്നെ ആത്മാവിൻ്റെ പോഷണവും നല്ല നല്ല ഗീതങ്ങൾ, നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല ധ്യാന വിഷയങ്ങൾ, നല്ല നല്ല പ്രാർത്ഥനകൾ, ദൈവവചനം, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം, കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവം, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, അതെ കുറിയലായ്സോൻ എന്ന് പറയുന്ന അനുഭവം, ഹല്ലേലൂയ പറയുന്ന അനുഭവം, ഇതെല്ലാം ചേർന്ന് ഒന്നിച്ച് ചേരുമ്പം ആത്മാവിന് നല്ല പുഷ്ടി കിട്ടും. അതാകുന്നു ആത്മാവിൻ്റെ ഭക്ഷണം. ഇതെല്ലാം വേണം. ആത്മാവിൻ്റെ ഭക്ഷണം കഴിക്കുമ്പം ആത്മപുഷ്ടി പ്രാപിക്കും. അങ്ങനെ ആത്മപുഷ്ടി പ്രാപിക്കുന്ന ഒരു അനുഭവത്തെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മപുഷ്ടി പ്രാപിക്കണം എങ്കിൽ ദേവാലയ സാന്നിധ്യം ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുക, തൻ്റെ മക്കൾക്ക്, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് തക്ക സമയത്ത് ആഹാരം കൊടുക്കുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ആ ദാസന്മാരെ ഞാൻ വരുമ്പോൾ യജമാനന്മാരാക്കി മാറ്റും. ദാവീദ് പറഞ്ഞല്ലേ, നിന്റെ ഭവനത്തിൽ ഞാൻ ഒരു കാവൽക്കാരനായിരുന്നോളാം. അങ്ങനെ കാവൽക്കാരനല്ല ആക്കുന്നത്, യജമാനനാക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴ്മ കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാവൽക്കാരനായിട്ടിരുന്നെങ്കിലും ഇരുന്നോളാം, എനിക്കത് മതി. ഈ ദാവീദിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത്, അത് സാന്ദർഭികമായിട്ട് വന്നതാ. എന്താ ഈ ദാവീദ് ഇത്ര മിടുക്കനായത്? ഈശായിക്ക് 11 പുത്രന്മാരല്ലേ? ഞാൻ തെറ്റി പറഞ്ഞെങ്കിൽ എന്നോട് പറയണം തെറ്റാന്ന്. How many children did have Isaiah had? I think 11 children were there. അതിൽ ഏറ്റവും ഇളയവൻ, വലിയ കഴിവൊന്നുമില്ലാത്തവൻ, അവൻ്റെ ശരീരത്തെ പറ്റി പറയുന്ന കൃശഗാത്രനാണ്. കൃശഗാത്രൻ, പവിഴ നിറമുള്ളവൻ, നല്ല നേത്രങ്ങളുള്ളവൻ. ഇതാണ് പവിഴ നിറമുള്ളവനും സുനേത്രനും കൃശഗാത്രനും. എന്നാൽ മറ്റവരൊക്കെ നല്ല ആചാരഭാഗക്കളുടെ മിടുക്കന്മാർ, കാണാൻ നല്ല യോദ്ധാക്കന്മാരൊക്കെ ആയിരുന്നു. പക്ഷേ ശൗമേൽ ദാവീദിനെ മാത്രമേ അഭിഷേകം ചെയ്തുള്ളൂ. ദൈവം പറഞ്ഞു, ഇവനെയാണ് നീ അഭിഷേകം ചെയ്യേണ്ടത്. മനുഷ്യർ കാണുന്നത് പോലെയല്ല ഞാൻ കാണുന്നത്, ഞാൻ ഹൃദയത്തെ കാണുന്നത്. ഇവനെ നീ അഭിഷേകം ചെയ്യണം. അവനെ പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് അഭിഷേകം ചെയ്തു. ഈ ദൈവത്തിൻ്റെ അഭിഷക്തൻ പാട്ടുപാടുമ്പം ശൗലിൻ്റെ ദുരാത്മാവ് ഇറങ്ങിപ്പോവും. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വേദപുസ്തകത്തിൽ? നല്ല സുന്ദരമായ ഗീതങ്ങൾ കേൾക്കുമ്പം പിശാച് ഓടിപ്പോവും പലരുടെയും ശരീരത്തിൽ നിന്ന്. ദാവീദ് കിന്നരം വെച്ച് സുന്ദരമായി പാടുമ്പോൾ ശൗലിലെ ദുരാത്മാവ് ഇറങ്ങിപ്പോവും. കാരണം എന്താ? അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അവൻ ദൈവത്തിൻ്റെ അഭിഷേകം അവനിൽ വസിക്കുക. എന്താ ഈ ദാവീദിനെ അഭിഷേകം ചെയ്തത്? മറ്റുള്ള പിള്ളേരെ എന്താ അഭിഷേകം? അവരെല്ലാം ഈശായുടെ മക്കളാണ്. ഈശായുടെ ഭർത്താവ്, ഈശായുടെ ഭാര്യ, അവർ രണ്ടുപേരും അപ്പനും അമ്മയും. അവർക്കുള്ള 11 കുഞ്ഞുങ്ങളിൽ ഈ ഈശായുടെ മകനായ ദാവീദിനോട് എന്താ ദൈവത്തിന് ഇത്ര വലിയ താല്പര്യം? ഒരപ്പനും അമ്മയല്ലേ വളർത്തിയത്? ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഉത്തരം കേൾക്കണോ? ഉത്തരം കേൾക്കണോ? Why David became such a great man physically and spiritually? ആത്മീയമായും ഭൗതികമായും ഇത്ര പ്രഗത്ഭനായ ഒരു മനുഷ്യനെ കാണുവാൻ പറ്റത്തില്ല. 3000 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് 3000 വർഷങ്ങൾക്ക് മുമ്പാണ് ദാവീദ് ജീവിച്ചിരുന്നത്. 3000 good years before he lived. Even today, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനകൾ പലതും തുടങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ദാവീദിൻ്റെ ഉത്കൃഷ്ടമായ ആത്മീയ അനുഭവമാണെന്ന് മറന്നു പോകരുത്. 3000 വർഷങ്ങൾക്ക് ശേഷവും ഈ പ്രാർത്ഥനയ്ക്ക്, ഈ സങ്കീർത്തനത്തിന് എന്തിനാ ഇത്ര പ്രാഗൽഭ്യം? ഈ ടെക്നോളജിക്കൽ ഏജിലും, ഈ കമ്പ്യൂട്ടർ ഏജിലും, ഈ സൂപ്പർ കമ്പ്യൂട്ടർ ഏജിലും എന്തേ ദാവീദേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇത്ര പ്രാഗൽഭ്യം? ഉത്തരം എന്താന്ന് കേൾക്കണോ? 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ദേവാലയത്തിൽ വരുമ്പോൾ മറ്റുള്ളവരെടുത്ത് ദൂരെ കളയണം. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം മാത്രം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരാമോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. This is a blessed situation, I would say. കടന്നു വന്ന് മണി മുതൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, എന്റെ ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും
അതെ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഐ ഡിഡ് നോട്ട് ആസ്ക് മെനി തിങ്സ്, ഐ ആസ്ക്ഡ് ഓൺലി വൺ തിങ്. ആൻഡ് ദാറ്റ് വൺ തിങ് ഈസ് the presence of God. I must dwell in the presence of God, for which I must go to the church and then I must sit with him. എൻ്റെ ദൈവവുമായി ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവന്റെ മനോഹരത്വം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയൊരു ആഗ്രഹമാണ്. ഇംഗ്ലീഷിൽ പറയും ദാറ്റ് ഈസ് ദ സിംഗിൾ മൈൻഡഡ് പാഷൻ ഓഫ് ഡേവിഡ്. ഡേവിഡ് സിംഗിൾ മൈൻഡഡ് പാഷൻ, ഒരേ ഒരു ആഗ്രഹം, അതിൽ മാത്രം അവൻ കേന്ദ്രീകരിച്ചു. എന്തിൽ? ആരാധനയിൽ മാത്രം. ആരാധനയിലൂടെ ദൈവത്തിന്റെ മനോഹരത്വം കാണാൻ പറ്റും, ആരാധനയിലൂടെ ദൈവത്തിന്റെ സൗന്ദര്യം കാണാൻ പറ്റും. അങ്ങനെ കണ്ട് ദൈവത്തെ ആരാധിച്ചത് കൊണ്ട് കൊച്ചു തിരുമേനി അത് വിശുദ്ധനായി തീർന്നത്. അദ്ദേഹത്തിന് വേറെ യാതൊരു ആഗ്രഹങ്ങളുമില്ലായിരുന്നു ഈ കർത്താവിന്റെ മനോഹരത്വം കാണുവാൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ മനോഹരത്വം കണ്ടു തന്നെ അത് സ്വർഗത്തിൽ നിന്ന് അത് വീക്ഷിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ചു എന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ ദൈവത്തിന്റെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദിസ് വാസ് എ സിംഗിൾ മൈൻഡഡ് പാഷൻ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ ഏകാഗ്രമായ ഒരേ ഒരു ആഗ്രഹം. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, രാജാക്കന്മാരിൽ രാജാവാക്കി. ദാവീദ് രാജാവായപ്പോൾ പറഞ്ഞ് എനിക്കൊന്നിനെയും ഭയപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ദൈവത്താൽ ഞാനൊരു മതിൽ ചാടിക്കടക്കും, ഞാൻ എൻ്റെ ദൈവത്താൽ ഒരു പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. അതങ്ങനെ പറയാനുള്ള കാരണം അവൻ വലിയ ധൈര്യശാലിയായ ഒരു യോദ്ധാവായിരുന്നു. അവന്റെ ധൈര്യത്തിന്റെ കാരണം എന്താണെന്നോ, അവന്റെ ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് എക്സ്പീരിയൻസ്. അവന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടിയ ധൈര്യമാണ്. ഒരിക്കൽ ഗോലിയാത്തിനെ നേരിട്ടത് അവൻ മറന്നുപോയിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തിന്റെ നാമത്തിലാണ് നിന്റെ അടുത്തോട്ട് വരുന്നത്, എൻ്റെ കയ്യിൽ വാളുമില്ല വടിയുമില്ല, പക്ഷെ നിന്റെ വാള് കൊണ്ട് ഞാൻ നിന്നെ വെട്ടും. കാരണം എന്താ? അവന്റെ ഒരു ധൈര്യം കണ്ടില്ലേ? അഭിഷേകം അവനിൽ വസിക്കുക. ദൈവത്തിന്റെ അഭിഷിക്തനവൻ, അഭിഷേകം അവനിൽ വസിക്കുന്നത് കൊണ്ട് അവന് നല്ല ധൈര്യമാണ്. അത് സംഭവിച്ചതാ ഗോലിയാത്തിനെ തകർത്തത്. ആ ധൈര്യത്തിൽ അവൻ പറഞ്ഞത് എൻ്റെ ദൈവത്താൽ ഞാൻ ഒരു മതിൽ ചാടിക്കടക്കും. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്, നത്തിങ് ക്യാൻ സ്റ്റോപ്പ് മീ ഇൻ മൈ ഫിസിക്കൽ ലൈഫ്. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി വലിയ ഇന്ന് വരെയും ദാവീദിനെ പോലൊരു രാജാവ് ഉണ്ടായിട്ടില്ല. ഐ വുഡ് സേ തോൽക്കാത്ത രാജാവ്. രാജ്യം അങ്ങോട്ട് വിപുലീകരിച്ചു. ഞാൻ എവിടൊക്കെ എൻ്റെ ചെരുപ്പറിയും, ഞാൻ എവിടൊക്കെ എന്തൊക്കെ ചെയ്യും എന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് പറയുക. ആ പ്രദേശങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചു. മാത്രമല്ല ദാവീദ് പറഞ്ഞു, ഞാൻ ഒരു നല്ല രീതിയിൽ ദൈവത്തെ ആരാധിച്ച് ജീവിക്കും എന്ന് തീരുമാനമെടുത്തത് കൊണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ സങ്കീർത്തനങ്ങൾക്ക് ഇന്നും സാഹിത്യപരമായി എന്ത് പ്രസക്തിയാണെന്നറിയാമോ? ഷേക്സ്പിയർ ഒന്നും ദാവീദിന്റെ മുമ്പിൽ നിൽക്കത്തില്ല as far as the Psalms are concerned. ഷേക്സ്പിയറും മറ്റുമൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. അത്ര വിജയപ്രദമായ കവിതകൾ എഴുതുവാൻ തക്കവണ്ണം സാഹിത്യപരമായ കഴിവ് പരിശുദ്ധാത്മാവ് കൊടുത്തതാ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ആ സങ്കീർത്തനം എത്ര മനോഹരമാണ്. ഇതൊക്കെ എല്ലാം കാണാതെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ അനുഗ്രഹം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ആശ്വാസമില്ലാത്ത പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ആശ്വാസമങ്ങ് ധാരാളമായിട്ട് കിട്ടുവാൻ തക്കവണ്ണം സാധിക്കും. Though I walk through the valley of shadow of death, I fear no evil, for thou art with me. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇതാരാ എഴുതിയത്? 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ്. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരവരുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴി എന്തെല്ലാം അനുഗ്രഹങ്ങൾ അങ്ങോട്ട് പറയുന്നത്. ഇതാരാ എഴുതിയത്? ദാവീദ്. കാരണം എന്താ? ഒരേ ഒരാഗ്രഹം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മനോഹരത്വം കാണണം. ദൈവത്തിന്റെ മനോഹരത്വമോ? ക്യാൻ യു സീ ദ ബ്യൂട്ടി ഓഫ് ഗോഡ്? പനിനീർ പുഷ്പം ശാരോനിലവൻ, താമരയുമേ താഴ്വരയിൽ. പനിനീർ പുഷ്പം
വാഴ്ത്തുമേ താഴ്വരയിൽ. മാ സൗന്ദര്യ സമ്പൂർണനെ വിശുദ്ധരിലാതി വിശുദ്ധനവൻ. മാ സൗന്ദര്യ സമ്പൂർണനെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദുഷി എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ. ഇതെവിടെ നിന്ന് കിട്ടി? 10,000-ങ്ങളിൽ അവൻ അതിസുന്ദരനാണെന്ന്. അതാ ദാവീദ് പറഞ്ഞത്. അവന്റെ മനോഹരത്വം എനിക്ക് കാണണം. അവനേക്കാൾ സൗന്ദര്യമുള്ളവരായിട്ട് ആരുമില്ല. ആരെക്കാട്ടിലും, ഈ യേശുവിനെക്കാട്ടിലും. കാരണം എന്താ? കൊളോസ്യ ലേഖനം 1:15 പറയുന്നു, അവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ തനി രൂപമാണെന്ന് പറയുന്നു. ഈസ് ദി ഐക്കൺ ഓഫ് ഗോഡ്. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ തനി രൂപത്തിൽ വന്നവൻ മാത്രമേ അതേ ദൈവമായി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അവന്റെ മനോഹരത്വം കാണണം എനിക്ക്. അതാ ദാവീദ് ആഗ്രഹിച്ചത്. അവന്റെ മനോഹരത്വം കാണണം, ദൈവത്തിന്റെ മനോഹരത്വം. അപ്പോ ശൂന്യംകാരത്തിയായി പാട്ട് പാടിയത് ആരാ? ഈ ശൂന്യംകാരത്തി സഭയാ. സഭ പറയുന്നു, അതെ, പനിനീർ പുഷ്പം ഷാരോനിൽ അതാകുന്നു എൻ്റെ കർത്താവ്. പകർന്ന തൈലം പോലെയാ അവന്റെ നാമത്തിന്റെ പരിമളം. പ്രിയപ്പെട്ടവരെ, സഭ നമ്മളെ പരിചയപ്പെടുത്തുന്ന കർത്താവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ആവശ്യം ദാവീദ് പറഞ്ഞത്. അവന്റെ മനോഹരത്വം എനിക്ക് കാണണം, അവന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവന്റെ തിരുസാന്നിധ്യത്തിൽ എനിക്ക് വസിക്കണം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം പറയുവാൻ തക്കവണ്ണം അവന്റെ ഹൃദയം കർത്താവിന് അങ്ങ് കൊടുത്തു. പൂർണ്ണ സമർപ്പണമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമായി. ഇന്നും ഒന്ന് സമർപ്പിക്കാമെങ്കിൽ, പൂർണ്ണമായിട്ട് സമർപ്പിക്കാമെങ്കിൽ. ഒരേ ഒരു ആഗ്രഹം, സിംഗിൾ മൈൻഡഡ് പാഷൻ. ഈ ആത്മീയമായിട്ട് ധ്യാനനിരതമാകുമ്പം നമ്മുടെ മനസ്സിന് ഒത്തിരി ശക്തി കിട്ടും. തിരുമേനിയെ വിശുദ്ധനാക്കിയതൊക്കെ ആത്മീയ ശക്തിയാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചേ പറ്റത്തുള്ളൂ. ആത്മാവും മനസ്സും ശരീരവും എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആത്മാവും മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കും. അപ്പോ സിംഗിൾ മൈൻഡഡ് പാഷൻ, ആത്മാവിൽ പ്രബുദ്ധത പ്രാപിക്കാൻ പറ്റും. സൂര്യപ്രകാശമില്ല, ഈ സൂര്യപ്രകാശം ഇതിന് കത്തിക്കാനുള്ള കഴിവുണ്ട്. എന്നെ ഫിസിക്സ് പഠിപ്പിച്ച സാറ് അത് കാണിച്ചു തന്നത്. ഞാൻ ഭാവിയിൽ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചപ്പോൾ ഞാനും കാണിച്ചു കൊടുത്തു. എന്തോ ചെയ്യണം? ഈ സൂര്യപ്രകാശത്തെ ഒരു ലെൻസിലൂടെ കടത്തിവിടണം. അതപ്പോൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടും. അവിടെ ഒരു പഞ്ഞി വെക്കണം. ആ പഞ്ഞി കത്തും. അതേ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ചെടുക്കേണ്ടത്. ഈ ആത്മീയ പ്രഭാവത്തിൽ എല്ലാ ദുർവികാരങ്ങളെയും കത്തിച്ചു കളയുവാൻ, എല്ലാ ദുർശക്തികളെയും കത്തിച്ചു കളയുവാനുള്ള ആ സ്രോതസ്സ കർത്താവിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കാൻ ഉള്ള ഒരു മാനസിക അവസ്ഥ അതിനാവശ്യമാണ്. ഒരു പരിശുദ്ധാത്മ നിറവ് അതിനാവശ്യമാണ്. ഒരു ധ്യാനനിരതമായ ആറ്റിറ്റ്യൂഡ് അതിനാവശ്യമാണ്. അപ്പോൾ തൻ്റെ
പ്രിയപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുവാൻ, ആത്മീയ പോഷണം നൽകുവാൻ ദാസന്മാരെ ഏൽപ്പിച്ചെന്ന്. ആത്മീയ പോഷണം ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും സുവിശേഷം മുഴുവൻ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അത് നമ്മുടെ ആത്മാവിന് പുഷ്ടി നൽകും. രണ്ടാമത്, യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ശമരിയാക്കാരത്തെ സ്ത്രീയോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. അവളുടെ എല്ലാ അനുഭവങ്ങളെയും പറ്റി കർത്താവ് അവളോട് തന്നെ അങ്ങോട്ട് പറഞ്ഞു. അല്പം ദാഹജലം വേണം എന്ന് കർത്താവ് പറഞ്ഞ അവളുടെ മുമ്പിൽ ഒരു സംഭാഷണം തുറന്നു വെൽക്കുന്നത്. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ജീവജലം തരുമായിരുന്നു, ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം. ഇന്ന് നമ്മളോടും കർത്താവ് അതാ പറയുന്നത്. എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ ജീവന്റെ ജലം തരാം. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉറവയായി അതെ ഉയർന്നു വരുന്ന ജീവന്റെ ജലം ഞാൻ നിങ്ങൾക്ക് തരാം. യോഹന്നാൻ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ. ഫ്രം ഹിസ് ഫുൾനെസ് വി ഹാവ് റിസീവ്ഡ് ഗ്രേസ് ഓവർ ഗ്രേസ്. അവന്റെ നിറവിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കൃപമേൽ കൃപ കിട്ടി. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് കൃപമേൽ കൃപയാണ്. വെറും കൃപ കൊണ്ട് ജീവിച്ചാൽ നമ്മൾ തോറ്റുപോകും. നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ നമ്മളെ തോൽപ്പിക്കും. വെറും കൃപ കൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഈ ദുർസ്വഭാവങ്ങളെ അതിജീവിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകം പറയുന്നത് പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയാതെ തന്നെ അറിയാം. സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നച്ച് വേറൊരുത്തൻ്റെ കൂടെ പോകാൻ പോലും മടിക്കാത്ത ഒരു കാലയളവിലാണ്. പണ്ടത്തെ അമ്മമാരൊന്നും അങ്ങനെ അല്ലായിരുന്നു. അവര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവൻ കളയും. ഭാര്യയും ഭർത്താവും തമ്മിൽ താല്പര്യത്തോടെ ജീവിക്കാൻ കഴിയാത്ത ഒത്തിരി അവസ്ഥകൾ. പണ്ടങ്ങനെയല്ല. എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തമ്മിൽ സ്നേഹിച്ചും കരുതിയും തമ്മിൽ ത്യാഗം സഹിച്ചും കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്ന ഒരു കാലമുണ്ട്. 2, 3 ഒന്നുമല്ല, 6, 7, 8, 9, 10. ഇന്നെന്തേ അങ്ങനൊന്നും പറ്റുന്നില്ല? അല്പം പോലും പ്രയാസം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്പം പോലും ത്യാഗം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പൂർണ്ണമായി തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. തിരുവനന്തപുരത്തൊരു നമ്മുടെ തന്നെ സഭ, നമ്മുടെ ഉസ്താദ് തിരുമേനി അതേ സ്ഥാപിച്ച വിശ്രാന്തിയിൽ ചെല്ലണം. വല്ലപ്പോഴുമൊക്കെ അവിടെ പോകാറുണ്ട്, ആത്മീയ കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്നത് കൊണ്ട്. ഫസ്റ്റ് റാങ്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് 1-ാമത്തെ വർഷം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ വർഷം ഡോക്ടർ റോയ് എന്ന് പറയുന്ന ഒരു വലിയ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറുടെ കൂടെ തന്നെ പഠിച്ച ഒരു സഹോദരി ഫസ്റ്റ് റാങ്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. പിന്നീട് ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചു. പിന്നീട് ഇംഗ്ലണ്ടിൽ പോയി MRCP ചെയ്തു. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തു. UK-യിൽ ജോലി ചെയ്തു. പീഡിയാട്രീഷ്യനായി. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനായി. ഈ വിദേശങ്ങളിലുമൊക്കെ. ഇപ്പൊ എവിടെയാണെന്നറിയാമോ? വിശ്രാന്തിയിൽ, ആരും നോക്കാനില്ലാതെ ഒരു മുറിയിൽ. ഞാൻ പരിചയപ്പെട്ടത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അന്തേവാസികളുടെ കൂട്ടത്തിലുണ്ട്. ഇതൊരു ഒരു ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എത്രയോ പേര് നോക്കപ്പെടുവാൻ, കുഞ്ഞുങ്ങളാൽ നോക്കപ്പെടുവാൻ കഴിയാതെ അവിടെ ആക്കിയിട്ട് പോയവരുണ്ട്. എങ്ങുമല്ലാതെ ഗതിയില്ലാതെ കിടക്കുമ്പം സഭ പോയി എടുത്തോണ്ട് വന്നാക്കിയവരുമുണ്ട്. എന്തേ ഇങ്ങനെ? പണ്ടങ്ങനെ സംഭവിച്ചില്ലല്ലോ. എന്തേ ഇങ്ങനെ കരുണയില്ലാത്ത ഹൃദയങ്ങളുടെ ഉടമയായി നടക്കുന്നു? ക്രിസ്തീയത അല്പം പോലും തീണ്ടിയിട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞ വചനങ്ങളെ കാറ്റിൽ പറപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ കഷ്ടതയിൽ വളർത്തണമെന്ന് പറഞ്ഞതൊന്നും ഇപ്പം ആർക്കും അതെ സ്വീകാര്യമല്ലാതായി തീർന്നില്ലേ? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാത്ത ഒരു കാലയളവ്, പാപത്തെ പുണ്യത്തെക്കാൾ ജീവിക്കുന്ന ഒരു കാലയളവ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത് പാപം പെരുകി. പക്ഷേ കൃപ അത്യന്തം വർദ്ധിക്കുന്നു. കൃപ കൊണ്ടാണ് നിങ്ങൾ കുറച്ച് പേര് പിടിയിരിക്കുന്നത്. കൃപയാ, കൃപ. Nothing but grace, because from his grace we have received because from his fullness we have received grace over grace.
അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെന്ത് കിട്ടി? കൃപമേൽ കൃപ കിട്ടി. അതുകൊണ്ട് മാത്രമായി ഇവിടെ വന്നത്. സാഹചര്യം എന്തുമാവട്ടെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങളില്ലാത്തവർ കാണും, ഒരുപക്ഷെ രോഗാവസ്ഥയിലായിരിക്കുന്നവർ കാണും, ഒരുപക്ഷെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ കാണും, ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ ദുർസ്വഭാവം മാറുവാൻ ആയിട്ട് കടന്നു വന്നവർ കാണും. എന്തുമാവട്ടെ, സാഹചര്യങ്ങളാണ് നമ്മളെ കർത്താവിലേക്ക് അടുപ്പിച്ചത്. ഹന്ന ദേവാലയത്തിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത് അവൾക്ക് മക്കളില്ലാത്തത് കൊണ്ടാണ്. എന്നെ കർത്താവിൻ്റെ കാൽപാദത്തിൽ വീഴുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അമ്മ 6-ാമത്തെ വയസ്സിൽ മരിച്ചു പോയത് കൊണ്ടാണ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽപാദത്തിൽ മാത്രം പിന്നെ ആശ്രയിച്ചു. അതുകൊണ്ട് കൂടുതൽ ആശ്രയിച്ചു, കൂടുതൽ എനിക്ക് അവിടെ നിന്ന് ആശ്രയം കിട്ടുകയും ചെയ്തു. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ വിഷമിക്കരുത്. യേശുവിലേക്ക് അടുത്തു വരുവാനുള്ള സാഹചര്യമാക്കി മാറ്റണം, മൂഹാന്തരങ്ങളാക്കി മാറ്റണം പ്രിയപ്പെട്ടവരെ. കാരണം നിറവ്, അവൻ്റെ നിറവിലേക്ക് നമ്മെ നയിച്ചത്. ഇന്ന് വരെ നാം അവൻ്റെ നിറവിലല്ലായിരുന്നു, ഇന്ന് നാം അവൻ്റെ നിറവില് ഫുൾനെസ്. കാരണം എന്താ? പാപം പെരുകുമ്പം കൃപ അത്യന്തം വർദ്ധിക്കണം. പാപം 5 + 5 = 10, കൃപയോ 5 × 5 = 25. How many times more? അതുകൊണ്ട് നമ്മൾ ജീവിക്കും, പാപത്തിന്റെ മുകളിൽ ജീവിക്കും, പാപത്തെ തകർത്തുകൊണ്ട് ജീവിക്കും. ദൈവസന്നിധിയിൽ വന്ന് കരയുമ്പോൾ ക്ഷമിക്കുന്നവനായ ഒരു കർത്താവുണ്ടെന്ന് നമുക്കറിയാം. കുമ്പസാരിക്കുമ്പോൾ ക്ഷമിക്കുന്നവനായ ഒരു കർത്താവുണ്ടെന്ന് നമുക്കറിയാം. പാപം പെരുകുമ്പം കൃപ അത്യന്തം വർദ്ധിക്കും. പാപത്തെ ജയിക്കാൻ വേണ്ടിയാണ് കൃപ തന്നിരിക്കുന്നത്. എത്ര വലിയ അഗ്നിയാണെങ്കിലും വെള്ളം ചീറ്റി ചെല്ലുമ്പം അഗ്നിയെല്ലാം കെട്ടുപോകും. അതാ കൃപ. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഈ കൃപയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ഒത്തിരി ആശ്വാസം പ്രാപിക്കും. അപ്പോ 2-ാമത്തെ വിഷയം, കർത്താവ് പറഞ്ഞു മനുഷ്യനപ്പം. ഒന്നാമത് നമ്മൾ കേട്ടു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഉത്കൃഷ്ടമായ ഒരു ഭക്ഷണത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. അത് നമ്മുടെ സഭ അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സഭയാണെന്ന് നമുക്കറിയാം. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. ഇതാകുന്നു നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരുന്നത്. ഇതാകുന്നു നിങ്ങൾക്ക് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന അനുഭവം തരുന്നത്. ഈ ഭക്ഷണം കഴിക്കുന്നവന് ഒരു നാളും വിശക്കത്തില്ല. ഈ ഭക്ഷണം, ഈ പാനീയം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കത്തില്ല. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞത്, വിശ്വാസം ഇല്ല എങ്കിൽ സ്ഥിരവാസവുമില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇതൊക്കെ പ്രാപിച്ച പുഷ്ടിയോടെ ജീവിക്കുവാൻ പറ്റും എന്നർത്ഥം. കർത്താവ് എന്ത് പറഞ്ഞു? I came that you may have life and life in abundance. ഞാൻ വന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ വന്നത്? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും. സമൃദ്ധിയായ ജീവൻ. ഈ സമൃദ്ധിയായ ജീവൻ പ്രാപിക്കണമെങ്കിൽ കൃപമേൽ കൃപ കിട്ടിയെങ്കിലേ പറ്റത്തുള്ളൂ. ഫ്രം ഹിസ് ഫുൾനെസ് കൃപ പ്രാപിക്കണം. അല്പം കൃപ പോരാ. പാപത്തെ ജയിക്കുന്ന കൃപ, പാപത്തെ മൂടിക്കളയുന്ന കൃപ, അതാകുന്നു സമൃദ്ധിയായ ജീവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം, അത് പ്രാപിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഇത് മനസ്സിലാകാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു അവിടെ. കർത്താവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പം അവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലാത്തതുപോലെ ആളുകളാ, ഒത്തിരി ആളുകൾ അങ്ങ് കൂടി വരും. അതുകൊണ്ട് തളർവാദിയെ പുരയുടെ മുകൾ ഭാഗം പൊളിച്ചിറക്കി കർത്താവിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ കർത്താവ് അവിടെയും പ്രവർത്തിച്ചു. അവരുടെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിരുന്ന ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നെങ്കിൽ വിശ്വസിക്കണമേ, എൻ്റെ വിശ്വാസം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ക്യാൻസർ രോഗം മാറിപ്പോട്ടെ എന്നുള്ള രീതിയിൽ കർത്താവ് മാറ്റിത്തരുമെന്ന് വിശ്വസിക്കാമെങ്കിൽ ഇത് ഒരു വലിയ മാതൃകയും അനുഭവമാണ്. കടന്നെല്ലാം പറ്റത്തില്ല. നമ്മളാണ് എന്തോ ചെയ്യും, ഇന്ന് വേണ്ട, അടുത്ത ഞായറാഴ്ച വരാം, ആദ്യമേ അങ്ങ് ചെന്നേക്കാം, ഇന്ന് അങ്ങ് തിരിച്ചു വീട്ടിപ്പാം. ഇല്ല, they pressed forward. പ്രതികൂലങ്ങളെ എല്ലാം തരണം ചെയ്യുകയാണ്. കർത്താവിന്റെ മുമ്പിൽ ആ തളർവാദി ഇറക്കി വെച്ചു. കർത്താവ് അത്ഭുതപ്പെട്ടു അവരുടെ വിശ്വാസം കണ്ട്. നീ കിടക്കുന്ന, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ദാസനെ യജമാനനാക്കുന്നവനാ കർത്താവ്. തളർവാദിയോട് പറഞ്ഞു, നിന്നെ ഏത് കട്ടിലാണോ ചുമ്മിയത്, നീ ആ കട്ടിലിനെ ചുമ്മിക്കൊണ്ട് വീട്ടിൽ പോ. It happened.
അതല്ലല്ലോ നമ്മുടെ പ്രസംഗ വിഷയം. അതുകൊണ്ട് ധാരാളം ആളുകൾ കടന്നു വരുന്നു. കർത്താവ് പ്രസംഗിക്കുന്ന സമയങ്ങളിലൊക്കെ ആ 3.5 വർഷം ഭയങ്കര 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 ആൾക്കൂട്ടമായിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം, നാനാവിധ രോഗികളെയും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരുമായിരുന്നു. അവരെല്ലാം കർത്താവ് സൗഖ്യമാക്കി. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എന്ത് പറയുന്നു? 6:19, 6:19, ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുകയാൽ എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. ആ കൂട്ടത്തിൽ ഒരുത്തിയ രക്തസ്രാവക്കാരത്തി. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. ഈ വസ്ത്രത്തിന്റെ തൊങ്ങൽ എവിടെ കിട്ടും? ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് പ്രാപിക്കാൻ വയ്യാത്തതാ. രക്തസ്രാവക്കാരത്തെ തൊട്ട കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എവിടെ കിട്ടും? എൻ്റെ ഈ രോഗമൊന്ന് മാറാൻ, ഈ മാറാരോഗമൊന്ന് മാറാൻ. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കാം. ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിലിരിക്കുന്ന കർത്താവ്, കെരൂബുകൾ അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹോളി ഹോളി ലോർഡ് ഗോഡ് ഓൾമൈറ്റി എന്ന് അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. സെറാഫുകൾ അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മഹത്വമേറിയ ഒരു ദേവാലയത്തെ അവിടെ കാണിച്ചിട്ടുണ്ട്. യെശയ്യാവിന് ദൈവം കൊടുത്ത ദർശനമാണ്. വായിക്കാമോ ആർക്കെങ്കിലും? ഇതാണ് എൻ്റെ വിഷയം. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ എന്ന് വെച്ചാൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ദേവാലയത്തിന്റെ ഭിത്തികളെ നിറച്ചു നിന്നിരുന്നു. ഇതാ സത്യം. ഇപ്പം മനസ്സിലായോ? സൗഖ്യമാക്കുന്ന കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിന്റെ സാന്നിധ്യം ദേവാലയത്തിലുണ്ട്. ഞാൻ അവിടെ നിന്ന് അന്ന് മനസ്സിലാക്കിയതാ വായിച്ചപ്പം. ദേവാലയം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്, കർത്തൃ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഇന്ന് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ദേവാലയത്തിൻ്റെ ഭിത്തികളിൽ തൊട്ടുരുമ്മി നിൽക്കുകയാ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. രക്തസ്രാവക്കാരത്തേക്ക് അത് മനസ്സിലായി. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. കാരണം എന്താ? 6:19 ലൂക്കോസ്. ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു, സൗഖ്യമാക്കുന്ന ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു, എല്ലാവരെയും സൗഖ്യമാക്കുകയാൽ എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് രക്തസ്രാവക്കാരത്തിയോട് കർത്താവ് പറഞ്ഞത്, ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ടല്ലോ, ആരാ എന്നെ വിശ്വാസത്തോടെ തൊട്ടത്? ആരാ അത്? ജനങ്ങൾ എന്ത് പറഞ്ഞു? നമ്മൾ പറയുന്ന പോലെ പറഞ്ഞു, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല. ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല, ഞാൻ തൊട്ടില്ല. പക്ഷെ ഒരുത്തി പറഞ്ഞു, ഞാൻ തൊട്ടു, കർത്താവെ ഞാൻ തൊട്ടു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭയത്തോടെ പറഞ്ഞു, വിറയലോടെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാ, സമാധാനത്തോടെ പോ. ഈ ഓരോ പ്രാവശ്യവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ അനുഭവം കൊണ്ടേ പോകാവൂ. സമാധാനത്തോടെ 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 പോകണം. ഇത് പ്രാപിക്കണമെങ്കിൽ അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കണം. അതുകൊണ്ട് അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുന്ന അനുഭവമാണ് ഞാൻ പറഞ്ഞല്ലേ. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. ഇത് ഭക്ഷിക്കുന്നവന് വിശക്കത്തില്ല, ദാഹിക്കത്തുമില്ല. ഇത് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലേ, ഒത്തിരി പേര് വലിയ ജനക്കൂട്ടമാണ് കടന്നു വരുന്നത്. പക്ഷെ ഇത് പറഞ്ഞപ്പം എല്ലാവരും അങ്ങ് പോയി. അയ്യോ, this is a hard saying for many people even today. This is a hard saying, but it's a fact. പലർക്കും ഇത് കഠിന വാക്കാ, പക്ഷെ സത്യമാ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അങ്ങ് പോയി. അവർക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് അകത്തുണ്ടാകണം. പക്ഷേ ശിഷ്യന്മാർ പോയില്ല. കർത്താവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൂടെ? നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? മറ്റുള്ളവരെല്ലാം പോയില്ലേ? അപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞ ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുണ്ടെങ്കിലേ നമുക്ക് ഈ ദേവാലയത്തിൽ വന്ന് കർത്താവിൻ്റെ കാൽപാദത്തോട് ചേർന്നിരിക്കാൻ പറ്റത്തുള്ളൂ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും.
നിന്നെ വിട്ടിട്ട് എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പണ്ടൊരിക്കൽ ഇതേ പത്രോസ്ലീഹ പറഞ്ഞതാ, എന്നെ വിട്ടു പോകണമേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ കർത്താവേ. നീ എന്നെ വിളിക്കാൻ വന്നതാ, പക്ഷേ നോ, ഐ വിൽ കണ്ടിന്യൂ ഫിഷിംഗ്, ഞാൻ മീനെ പിടിച്ച് ജീവിച്ചോളാം. കർത്താവ് പറഞ്ഞു, ഫോർഗെറ്റ് ഇറ്റ്, ഐ എം ഗോയിങ് ടു മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. ഈ വചനത്തിന്റെ സ്നേഹം കൊണ്ട് അവൻ അത് സാധിച്ചത്. ഞങ്ങളിനി നിന്നെ വിട്ടിട്ടെങ്ങും പോകത്തില്ല, ഇത് ഞങ്ങളുടെ അനുഭവമാ. സഭാ മക്കൾക്ക് ഈ അനുഭവം ഉണ്ടാകണം. ദേവാലയ സാന്നിധ്യത്തിൽ കർത്തൃ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് 10,000-ങ്ങളിൽ അതിസുന്ദരനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവം. അപ്പോഴാണ് നമ്മുടെ പ്രതികൂലങ്ങളൊക്കെ അനുകൂലമാകുന്നത്, അപ്പോഴാണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നത്, അപ്പോഴാണ് നമ്മുടെ ദൈവം അനുഗ്രഹിച്ചൊരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് സാക്ഷാൽ ഭക്ഷണം, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. ആ അപ്പത്തെപ്പറ്റി ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഏറ്റവും സമ്പുഷ്ടമായ ഭക്ഷണമാണെന്ന് കർത്താവോട് പറഞ്ഞത്. എന്താ കർത്താവ് ഇറങ്ങി വന്നതിനെ പറ്റി ഫിലിപ്പി ലേഖനം 5-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു ഞാൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസവേഷം എടുത്ത് തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. പിന്നെന്ത് ചെയ്തു? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ദാസവേഷം എടുത്തു, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അനുസരണത്തിന് ഇതുപോലെ ഒരു മാതൃക ഈ ലോകത്തിലെങ്ങും കാണാൻ പറ്റത്തില്ല. He became obedient even unto death and the death on the cross. കഷ്ടാനുഭവാഴ്ചകളിലേക്ക് നടന്നു നീങ്ങുന്ന നമ്മൾ അറിയണം, ഇതുപോലെ കഷ്ടത അനുഭവിച്ചിട്ടുള്ള ഒരു മരണം ഒരിക്കലും ആരും അനുഭവിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് 2 കള്ളന്മാരെ ക്രൂശിന്മേൽ തൂക്കി, അവരെ അടിച്ചതായിട്ട് പറയുന്നില്ല. യേശുവിന് 39 അടിപ്പിണരുകൾ ഏൽപ്പിച്ചു. എന്തിനാ അത് ചെയ്തത്? പീലാത്തോസ് പറഞ്ഞു, കർത്താവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസിന് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഇവൻ നീതിമാനെ, ഇവനെ ഞാൻ വിട്ടയക്കും. That was his judgment. He never said that Jesus is a criminal, therefore I'm going to punish him. No. His judgment was, he is a righteous man, therefore I am going to set him go free. പക്ഷേ ജനം ആക്രോശിച്ചു, ക്രൂശിക്ക. കാരണം നന്മ ചെയ്തു അല്ലേ? അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. രാത്രി മുഴുവൻ ഒലിവ്മലയിലായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രഭാതത്തിലോ ദേവാലയത്തിൽ വന്നു, ശുശ്രൂഷ നടത്തി, ഒത്തിരി പേര് സൗഖ്യമാക്കി. ഇതിനു വേണ്ടി നിങ്ങൾ അവനെ ക്രൂശിക്കുമോ? ഇങ്ങനൊരു സംഭവം ലോകത്തിൽ വേറെ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, കള്ളന്മാർ 2 പേരെ ക്രൂശിച്ചു, പക്ഷെ അവരെ അടിച്ചില്ലല്ലോ. എന്തേ? കർത്താവിനെ അടിച്ചു, ക്രൂരമായി അടിച്ചു. വസ്ത്രം എല്ലാം മാറ്റിവെച്ച് മുക്കാലിയിൽ തിരിച്ചു നിന്ന് അവൻ്റെ പുറത്തെല്ലാം അടിച്ച് 39 ചമ്മട്ടി കൊണ്ട് അടിച്ച് 39 അടിപ്പിണരുകൾ. എല്ലാവരും പറയുന്നത് അവനെ അടിച്ചപ്പോൾ അവൻ്റെ മാംസപേശികൾ പോലും അവിടെ തെറിച്ച് വീണെന്നാണ് പറയുന്നത്. കാരണം അത് ചമ്മട്ടിയാണ്, വലിക്കുമ്പം ചൂണ്ട പോലെ ശരീരത്തിൽ ഉടക്കി വലിക്കുമ്പം മാംസപേശികൾ അവിടെയൊക്കെ വീണ് കിടന്നു, രക്തത്തോട് ചേർന്ന്. അതാ രക്തസ്രാവക്കാരത്തെ ചോദിച്ചത്. ആ അപ്പത്തിൻ്റെ ഒരു കഷണം നിന്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന, നിന്റെ അടിപ്പിണരുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണ ആ അപ്പത്തിൻ്റെ ഒരു കഷണം എനിക്ക് മതി, എൻ്റെ മകൾ സൗഖ്യമാകും, എൻ്റെ മകൾ സൗഖ്യമാകും. കർത്താവ് എന്തു പറഞ്ഞു? സ്ത്രീയെ, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതിനുവേണ്ടി അവൻ അടിയേറ്റത്, എനിക്കും നിങ്ങൾക്കും സൗഖ്യം തരുവാൻ വേണ്ടി, നമ്മുടെ കഷ്ടപ്പാടുകളെ മാറ്റി നമ്മെ സൗഖ്യമുള്ളവരാക്കാൻ വേണ്ടി. ഇതൊന്ന് വിശ്വസിച്ചറിഞ്ഞ് ഏറ്റുപറയുമ്പോഴാണ് സൗഖ്യം. യെശയ്യാവ് പറഞ്ഞല്ലേ, എൻ്റെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിനെ അടിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പെയായി പ്രവചനം. 40-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താഴോട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു,
ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിനക്ക് വേണ്ടി ഹനനയാഗമാകുവാൻ, നിനക്ക് വേണ്ടി അടിപ്പിണരുകളേക്കുവാൻ ഞാനിതാ വരുന്നു. എബ്രായ ലേഖനം 10:5 വാക്യം മുതൽ വായിക്കുമ്പോൾ, അതിനായിട്ടല്ലോ നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നത്. അവൻ അടിപ്പിണരുകൾ ഏറ്റത് എൻ്റെയും നിങ്ങളുടെയും അതേ സൗഖ്യത്തിന് വേണ്ടിയാ. അവനെ അടിച്ച് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ പീലാത്തോസ്, അതേ പീലാത്തോസ് തന്നെ പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയമായി നിങ്ങൾക്കിവനെ ക്രൂശിക്കണമല്ലേ, നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിച്ചോ. ഏൽപ്പിച്ചു കൊടുത്തതാ, അത് ജഡ്ജ്മെൻ്റ് ആയിരുന്നില്ല. അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആ ക്രൂശ് മരണത്തെ പറ്റിയാ പറയുന്നത്. ഗത്സമനയിൽ പിടിക്കപ്പെട്ട സമയം മുതൽ ക്രൂശിന്മേൽ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം വരെ കഷ്ടത ഒത്തിരി 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 അനുഭവിച്ച്, അതെ, വേദന കടിച്ച് കടിച്ച് അമർത്തി, ഏലോഹി ഏലോഹി ലമ്മാ സബക്തനി എന്നുറക്ക നിലവിളിച്ച് സ്വന്തം തോളിൽ തലചായ്ച്ചു മരിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്നല്ല പറയുന്നത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ഒരു അനുസരണത്തിന്റെ ഭാവമാണ് നമുക്ക് വേണ്ടത്. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന അനുഭവം, അവൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അനുഭവിക്കുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. കർത്താവ് പറഞ്ഞു, ഇത് സാക്ഷാൽ ഭക്ഷണമാകുന്നു, ഇത് സാക്ഷാൽ പാനീയമാകുന്നു. ഇത് അനുഭവിക്കുന്നത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ അത് അനുഭവിക്കാൻ പറ്റണം. നുറുക്കപ്പെട്ട കർത്താവിൻ്റെ ശരീരമാണ്. അതെ, അന്ന് അവിടെ അതെ അടർന്നു വീണ കർത്താവിൻ്റെ ശരീരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്കറിയത്തില്ല വെദർ ഇറ്റ് വാസ് എ സ്റ്റോറി ഇൻ ഹിസ്റ്ററി. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വാസ് സംതിങ് വിച്ച് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ജ്യൂസ്. ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ ആ പുസ്തകം വായിക്കാനും അതേപ്പറ്റിയുള്ള ദർശനം കാണാനും, ദർശനം എന്ന് വെച്ചാൽ സിനിമ കാണാനും ഒക്കെ ഇടയായി. അതുകൊണ്ട് ഞാൻ പറയുക, അങ്ങനെ ഒരു സംഭവം, അതെ, ബെൻഹർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇസ്രയേലിലെ ഒരു പ്രഭുവായിരുന്നു, യഹൂദ പ്രഭു. അദ്ദേഹം റോമാക്കാരാൽ പിടിക്കപ്പെട്ട്, ചുരുക്കത്തിൽ പറയുക, ഒരു സ്ലേവായി, ഒരു സ്ലേവായിട്ട് തന്നെ അദ്ദേഹത്തെ നാടുകടത്തി, അങ്ങ് റോമിലോട്ട് നാടുകടത്തിയ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറയാൻ സമയമില്ല. അങ്ങനെ റോമിലായിരിക്കുമ്പം പല സാഹചര്യങ്ങളെയും അദ്ദേഹം ഫേസ് ചെയ്ത് ഏറ്റവും മിടുക്കനായ ഒരു യോദ്ധാവായി തീർന്നു. അങ്ങോട്ട് പോയത് ഒരു അടിമയായിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഒരു പ്രഭുവായിട്ടാണ്. വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായി, എൻ്റെ നാട്ടിൽ പോയി എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയെയും, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിധി, നിക്ഷേപമാ, എനിക്ക് അവരെ ഒന്ന് കാണണം. അനുവാദം കിട്ടി, അതിനായിട്ട് പോയി. സ്വന്തം നാട്ടിൽ ചെന്നപ്പം എല്ലാം നശിച്ചു കിടക്കുക. അമ്മയെപ്പറ്റിയും സഹോദരിയെപ്പറ്റിയും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് കുഷ്ഠരോഗം വന്ന് അവർ കാറ്റക്കോമ്പിലാക്കിയിരിക്കുക, കുഷ്ഠരോഗികൾ താമസിക്കുന്നിടത്ത്. അവിടെ ഒന്നും കടന്നു ചെല്ലാൻ പറ്റത്തില്ല, സാധാരണ മനുഷ്യർക്കൊന്നും അവിടെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വിധത്തിൽ ബെൻഹർ അവിടെ കടന്നു ചെല്ലുകയാണ്. അമ്മയും സഹോദരിയെയും ഇവരെ കാണുമ്പോൾ, ബെൻഹറിനെ കാണുമ്പോൾ ഓടിപ്പോവും, ബെൻഹറിനും കുഷ്ഠരോഗം വരാതിരിക്കാൻ വേണ്ടി. പക്ഷേ ബെൻഹർ 2-3 ആഴ്ചകൾക്ക് ശേഷം അവരെ അടുത്ത് ചെല്ലത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. അവരുടെ അടുത്ത് ചെന്നു, അവരുമായിട്ട് സംഭാഷിച്ചു. ബെൻഹറിനോട് ആരോ പറഞ്ഞു, ഇങ്ങനെ നസറേയനായ ഒരു യേശു ഉണ്ട്, കർത്താവ് ജീവിച്ചിരിക്കുന്ന കാലമാണ്, ആ കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കുഷ്ഠരോഗി സൗഖ്യമാകും. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതല്ലേ. ബെൻഹർ അത് വിശ്വസിച്ചു. അമ്മയും സഹോദരിയെയും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പോകണം. അവൻ പ്രസംഗിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് അമ്മയെയും സഹോദരിയെയും, അമ്മയെ വലത്ത് കൈയിലും സഹോദരിയെ ഇടത്ത് കൈയിലുമായിട്ട് കൊണ്ടുപോകാം. വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. അടുത്ത് ചെല്ലാറായപ്പം, ആ കാൽവറിയുടെ അടുത്ത് ചെല്ലാറായപ്പം ഒരു പ്രൊസഷൻ കാണാം. തോളിൽ മരക്കുരിശം വഹിച്ച് നഗ്നനായി അടിപ്പിണരുകൾ ഏറ്റുകൊണ്ട് ഒത്തിരി പേര് ആക്ഷേപിച്ചും അതിക്രമിച്ചും കല്ലെറിഞ്ഞും ഉപദ്രവിച്ചും ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നു. അതാരാത്?
അത് നസ്രയനായ യേശു. ഇവൻ എന്തു പറ്റി? ഞാൻ എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും സൗഖ്യമാക്കുവാൻ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ട് സൗഖ്യം പ്രാപിക്കാൻ ഞാൻ കൊണ്ടുവന്നതാണല്ലോ. നിർഭാഗ്യമായി പോയല്ലോ. കർത്താവിനെ കാൽവറിയുടെ മുകളിൽ ക്രൂശിക്കുക. അവൻ്റെ ക്രൂശീകരണം കഴിഞ്ഞു. അതിഭയങ്കരമായ ഭൂകമ്പം നടന്നു. ഭയങ്കര ഇടിവെട്ടി മഴ പെയ്യുക. ഈ സഹോദരനും അമ്മയും സഹോദരിയും കരഞ്ഞോണ്ട് നിരാശപ്പെട്ട് ഇനിയും ഒരിക്കലും ഞങ്ങൾ സൗഖ്യമാവുകയില്ല, എൻ്റെ അമ്മ സൗഖ്യമാവുകയില്ല, എൻ്റെ സഹോദരി സൗഖ്യമാവുകയില്ല. അവരെ കെട്ടിപ്പിടിച്ച് കരയുക. അതാ രക്തം കലർന്ന വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നു. ഈ സഹോദരിയുടെ കയ്യിൽ തട്ടുന്നു. മുറിഞ്ഞുപോയ അവളുടെ കൈകൾ സൗഖ്യമാകുന്നു. നോക്കുമ്പോൾ ശരീരം മുഴുവൻ സൗഖ്യമായിരിക്കുന്നു. അമ്മയും പറയുന്നു, അയ്യോ ഞാനും സൗഖ്യമായി. ഇതൊരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ. ആ ക്രൂശിൽ കുതിർന്ന രക്തം അത് താഴേക്കൊഴുകി ഇവരായിരുന്ന അടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ സൗഖ്യമാക്കുക ചെയ്തത്. ആഗ്രഹമുള്ളവനെ ഇന്നും സന്ദർശിച്ച് സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവ് ഒരുങ്ങിയിരിക്കുക. ഇതൊരു സംഭവിച്ച കഥയാണോ എന്ന് എനിക്കറിയത്തില്ല. സംഭവിച്ചതായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒത്തിരി സാധ്യതകളുണ്ട്. നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ. നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? അതെ, അവൻ്റെ തിരുശരീര രക്തങ്ങൾ അതാകുന്നു സമൃദ്ധിയായ ജീവൻ നമുക്ക് തരുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമ്മ, എന്നെ നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ നുറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഒരു കഷണം, നിന്റെ മേശപ്പുറത്ത് നിന്ന് വീഴുന്ന ഒരു കഷണം മതി. ഈ പട്ടിക്കുട്ടിയും ജീവിച്ചു പോട്ടെ. അന്ന് അവളുടെ മകൾ സൗഖ്യമായി. അവൾ മാനസിക രോഗിയായ തൻ്റെ മകളെ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നത്. തിരികെ ചെന്നപ്പോൾ 2 കൈകളും നീട്ടി സുബോധമുള്ളവളായി തന്നെ ആലിംഗനം ചെയ്യുന്ന മകളെയാണ് അവൾ കണ്ടത്, ദർശിച്ചത്. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് നിരാശപ്പെട്ടു പോകുന്ന പ്രശ്നമേ വേണ്ട. പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞു, എന്ത്? ഈ ആത്മീയാഹാരം ഭക്ഷിച്ചുകൊണ്ടേ പോകാവൂ. അവൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുകൂടിയും നാം ജീവിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ കർത്താവ് വന്ന് ശമരിയക്കാരത്തെ സ്ത്രീയോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കടന്നു വന്നപ്പം കർത്താവ് ശമരിയക്കാരത്തെ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഗുരു, ഇന്നത്തെ ദിവസം നീ ഒന്നും ഭക്ഷിച്ചിട്ടില്ലല്ലോ. ഇന്നത്തെ ദിവസം മുഴുവൻ നിനക്ക് നോയമ്പായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും വല്ലതും ഒന്ന് കഴിക്കുക. നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവ് എന്തുത്തരം പറഞ്ഞു? നിങ്ങൾ ആരും അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഇതൊന്ന് കഴിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നതാകുന്നു എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുന്നതാകുന്നു എൻ്റെ ഭക്ഷണം. അതെ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അതാ നമ്മുടെ ഭക്ഷണം. ഈ നോയമ്പ് കാലം ഇതൊക്കെ നമ്മെ ഓർപ്പിക്കണം. കർത്താവിൻ്റെ വചനം ഭക്ഷിക്കാൻ സാധിക്കും. ഞാൻ ഓർപ്പിച്ചതുപോലെ മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവ് അതുപോലെ തന്നെ നോയമ്പെടുത്തു, ഉപവസിച്ചു 40 രാവും 40 പകലും. സാത്താനോട് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോ. എല്ലാ കാര്യങ്ങളിലും അവനെ തോൽപ്പിക്കുവാൻ കർത്താവിന് വചനം കൊണ്ട് തന്നെ സാധിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ദൈവം പണ്ട് ഭാഗമായി പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ വചനം നിത്യജീവ മൊഴികളാണ്. ഇത് വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും കർത്താവേ? ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി. ദൈവവചനം ഇല്ലാതെ ഒരു ദിവസവും നമുക്ക് പറ്റത്തില്ല. ആത്മീയ പ്രഭാവം പ്രാപിക്കാതെ, അതെ, കൗമ നമസ്കരിക്കാതെ, പ്രാർത്ഥിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് ഒരു ഭയം, പ്രാർത്ഥിക്കാതെ ഞാൻ എങ്ങനെ വെളിയിലിറങ്ങും? പ്രഭാത പ്രാർത്ഥനയില്ലാതെ ഞാൻ എങ്ങനെ ഒരു ദിവസം തുടങ്ങും? ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാതെ എങ്ങനെ ഞാൻ ആഹാരം കഴിക്കും? വൈകിട്ട് പ്രാർത്ഥിക്കാതെ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഒക്കുമെങ്കിൽ പാതിരാത്രിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവസാന്നിധ്യം ഒത്തിരി അനുഭവിക്കാൻ പറ്റും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അവനെ വലിയവനാക്കിയത് അതുകൊണ്ട് മാത്രമാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു.
അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ബാലനായ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, അതെ, അവൻ്റെ മനോഹരത്വം കാണുവാനും, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും, എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട റമ്പാച്ചനോടും ബഹുമാനപ്പെട്ട അലക്സാണ്ടർ ദാനിയൽ അച്ഛനോടുമുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ഇത്രയും ശാന്തമായി കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു.